بسم الله الرحمن الرحيم. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഈമാനുള്ളവരെ നിങ്ങൾ ഇസ്ലാമിലേക്ക് പരിപൂർണമായും പ്രവേശിക്കുക എന്നുള്ള ആയത്തിനെ സംബന്ധിച്ചാണ്. നിങ്ങൾക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ പഠിപ്പിച്ചു തന്ന ഈ ദീന് ഒരിക്കലും പള്ളിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു ദീനല്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന, അതിലൂടെ എല്ലാം കടന്നു പോകുന്ന, ഓരോ സന്ദർഭങ്ങളിലും കൃത്യമായ വിധിവിലക്കുകൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള, ഏതൊരു സന്ദർഭത്തിലും എന്ത് ചെയ്യണം എന്ന് കൃത്യമായി പഠിപ്പിച്ച് വിശദീകരിച്ച് തന്നിട്ടുള്ളൊരു ദീനാണ് ദീനുൽ ഇസ്ലാം. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് ജൂതന്മാർ ഒരിക്കൽ പറഞ്ഞില്ലേ, അല്ലമക്കും നബിയുക്കും ഹത്തൽ ഖിറാഅ, നിങ്ങൾക്ക് നിങ്ങളുടെ നബി ഒക്കെ പഠിപ്പിച്ചു തന്നിട്ട്, എന്തുപോലും ബാത്റൂമിൽ കയറുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും നിങ്ങളുടെ നബി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് കളിയാക്കി പറഞ്ഞപ്പോൾ സൽമാൻ അൽ ഫാരിസി എന്താ പ്രതികരിച്ചത്? അജൽ, അങ്ങനെ തന്നെയാണ്, അഭിമാനത്തോടെ പറയണം, അങ്ങനെ തന്നെയാണ്, അത് അഭിമാനമാണ്. കാരണം നമുക്കൊരു മുസ്ലിമിന് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ, ഏതെങ്കിലും ഒരു മേഖലയിൽ അവൻ ആകെ അന്തം വിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥ ഒരു മുസ്ലിമിന് ഉണ്ടാവൂല. അങ്ങനെ ഒരു മുസ്ലിമിന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവൻ്റെ ദീൻ മനസ്സിലായിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. കാരണം ഓരോ സൂക്ഷ്മമായ മേഖലകളിൽ പോലും നമ്മൾ പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയിട്ടുള്ളൂ. സഹാബത്ത് പറയാറുണ്ട്, ഞങ്ങളുടെ മുകളിലൂടെ ഒരു പക്ഷി പറന്നു പോകുന്നുണ്ടെങ്കിൽ ആ പക്ഷിയിൽ എന്തെങ്കിലും ഖൈറുണ്ടെങ്കിൽ അതുപോലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് പറഞ്ഞു തരാതിരുന്നിട്ടില്ല. എന്നുവെച്ചാൽ നമ്മൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണമായിട്ടും ഒരു കാര്യവും വിട്ട് കളയാതെ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മുൻകരുതലുകൾ സ്വീകരിക്കണമോ അതെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കാത്തത് ഒന്നുകിൽ നമ്മൾ ആ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾക്ക് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അറിഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തതുകൊണ്ടായിരിക്കാം. ഒന്നുകിൽ നമ്മൾക്കത് ആ മേഖലകളിലുള്ള അധ്യാപനങ്ങൾ അറിയാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ അറിഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കാത്തത് കൊണ്ടായിരിക്കാം. അറിയാത്തത് എന്നുള്ളത് എന്താ പറയുക, പഠിക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കില്ലെങ്കിൽ ഏറ്റവും മിനിമം എന്ത് ചെയ്യുക? ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക. നിങ്ങൾക്ക് ഒരു വാശി വേണം. ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ ദീനിൽ എന്തൊരു കാര്യം വിശ്വസിക്കുകയാണെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിലും പറയുകയാണെങ്കിലും ദീനിൻ്റേതായിട്ട് അറിവ് കൂടിയിട്ടേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. അറിഞ്ഞിട്ടേ ഞാൻ എന്ത് ചെയ്യുള്ളൂ? വിശ്വസിക്കുള്ളൂ. അറിഞ്ഞിട്ടേ ഞാൻ സംസാരിക്കുള്ളൂ. അറിഞ്ഞിട്ടേ ഞാൻ പ്രവർത്തിക്കുള്ളൂ എന്നുള്ള വാശി അതൊരു മുസ്ലിമിന് ഏറ്റവും മിനിമം വേണ്ട ക്വാളിറ്റിയാണ്. അറിയാതെ എന്തെങ്കിലും നമ്മൾ ചെയ്താൽ നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പ്രയാസപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ അതുകൊണ്ട് എന്ത് റിസൾട്ടാണ് നമുക്ക് എന്ത് ഉറപ്പുള്ളത്? അത് റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കുമോ? അത് നമ്മൾ ശരിയായിട്ടുണ്ടോ? അത് നമുക്കതിന് ശിക്ഷയിൽ നിന്ന് ഒഴിവാകുമോ? അത്
നമ്മുടെ ബാധ്യത നിറവേറ്റിയവനാകുമെന്ന് നമുക്കറിയില്ല. ഇതറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇൽമു വേണം, അറിയണം. ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരാൾക്ക് അതിൻ്റെ അർത്ഥം അറിയില്ല എന്ന് വിചാരിക്കാം. ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിൽ അയാൾക്ക് അയാളുടെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായി പാലിക്കാൻ സാധിക്കൂല. അയാൾക്ക് കഴിയൂല. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, അതിൻ്റെ താല്പര്യം എന്താണ് എന്നറിയുമ്പോഴേ അയാൾക്ക് ആ ലാ ഇലാഹ ഇല്ലല്ലയുടെ ആളാകാൻ സാധിക്കുള്ളൂ. ഇന്ന് നമ്മളൊന്ന് പല ആളുകളോട് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു നോക്കേ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത അർത്ഥമല്ല പല ആളുകളും വിശ്വസിച്ചു പോന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വലിയ അബദ്ധങ്ങളിലേക്കും അപകടങ്ങളിലേക്കും നമ്മൾ ചെന്നെത്തും. ആണ് ഒന്നാമത്തെ കാര്യം. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം? മറികടക്കാൻ നമ്മൾ പഠിക്കണം. ഏറ്റവും മിനിമം നമ്മൾ എന്ത് ചെയ്യണം? എന്തൊരു കാര്യം ചോദിച്ചറിഞ്ഞിട്ടേ ചെയ്യുകയുള്ളൂ എന്നുള്ള വാശി, നിർബന്ധ ബുദ്ധി നമുക്ക് വേണം ദീനിൻ്റെ കാര്യത്തിൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒന്നൊന്നും ചോദിച്ചു തുടങ്ങണം. ഓരോ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് മുതൽ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നുണ്ട്. ഇന്നത് ഇവിടെ പോയി, ബാത്റൂമിൽ പോയി, മലമൂത്ര വിസർജനം ചെയ്തു, അതിനുശേഷം വസ്ത്രം ധരിച്ചു, പള്ളിയിലേക്ക് ഇറങ്ങി. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പല മര്യാദകളും വിധിവിലക്കുകളുണ്ട്. ഇത് നിങ്ങൾ അറിയാതാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഹറാമുകൾ സംഭവിച്ചു. ചിലപ്പോൾ ഇപ്പോഴും നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ ഹറാമുകൾ ദിവസവും നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് അറിയില്ല അത് ഹറാമാണ്. നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഓരോ ദിവസവും വെച്ച് ചിലപ്പോൾ 1, 2, ചിലപ്പോൾ 10, 100 കണക്കിന് തിന്മകൾ, ഹറാമുകൾ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങളത് അറിയുന്നില്ലെങ്കിൽ മരിക്കും വരെ അത് ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യും. നിങ്ങളൊന്നും ചെയ്ത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കത് ഹറാമാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്കത് ഒഴിവാക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്കത് അറിയില്ല. അതേപോലെ തന്നെ നേരെ തിരിച്ചും ചില കാര്യങ്ങൾ, വളരെ എളുപ്പമുള്ള ചില വിഷയങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് വലിയ പ്രതിഫലങ്ങൾ കിട്ടുന്ന പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. അത്തരം കാര്യങ്ങൾ നിങ്ങൾ അറിയാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദിവസവും ഒരുപാട് നഷ്ടങ്ങളാണ്. ദിവസവും. അപ്പം ഇങ്ങനെ അറിയാതിരിക്കുക, അറിവില്ലാത്ത ഒരാളായി തുടരുക എന്ന് പറയുന്നത് അത് വലിയ അപകടം തന്നെ, വലിയ അപകടമാണ്. പണ്ഡിതന്മാർ സൂചിപ്പിക്കാറുണ്ട്. ഏതുപോലെയാണ്? ഉദാഹരണം, ഒരാൾ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുക. ഒരാളൊരു യാത്രയിൽ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുക. ആ വഴി ഒരുപാട് അപകടങ്ങൾ നിറഞ്ഞ വഴികളാണ്. പല സ്ഥലങ്ങളിലും പെട്ടെന്നുള്ള കുഴികളുണ്ട്, വന്യജീവികളുണ്ട്, മറ്റു പല അപകടങ്ങളും പതിയിരിക്കുന്ന ഒരു വഴി. ഈ വഴിയിലൂടെ സഞ്ചരിച്ചാലേ ഇയാൾക്ക് അയാൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുള്ളൂ. സഞ്ചരിക്കാതെ വേറെ നിവൃത്തിയില്ല. ആ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാതെ വേറെ നിവൃത്തിയില്ല. പക്ഷേ ഇയാൾക്ക് കണ്ണ് കാണില്ല. ഇയാൾക്ക് കണ്ണ് കാണില്ല. ഇങ്ങനെ ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും? ഇങ്ങനെ ഒരാളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തായിരിക്കും അയാളുടെ അവസ്ഥ? അയാൾ ആ അപകടങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ പെട്ടുപോകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇതേപോലെ തന്നെയാണ് ഇൽമില്ലാതെ, ദീനിനെ പറ്റി അറിയാതെ, ദീനിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഇതേപോലെ. എപ്പോഴും എന്തപകടം സംഭവിക്കാം. അത് ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവില്ലാത്ത ആളുകളെ ഖുർആനിൽ അന്ധൻ, അഅമ എന്നാണ് പറഞ്ഞത്. അള്ളാഹു അറിവില്ലാത്ത ആളുകളെ ഖുർആനിൽ അഅമ, അന്ധൻ, കണ്ണ് കാണാത്തവൻ എന്നാ പറഞ്ഞു. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ, വളരെ എളുപ്പത്തിൽ മനസ്സിലാകാൻ, നമ്മുടെ ചുറ്റുപാടും കാണുന്നൊരു കാര്യമാണ്. എന്ത്? നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ കൂട്ടത്തിലുള്ള നാട്ടുകാരിൽപ്പെട്ട, കുടുംബക്കാരിൽപ്പെട്ട കൂടുതൽ പേരും തൗഹീദിലാണോ, സ്വഹാബത്തിന്റെ മാർഗത്തിലാണോ, ശരിയായ വിശ്വാസത്തിലാണോ, അതോ കുറച്ചു പേരാണോ?
ആരാണ് ശരിയായ വിശ്വാസത്തിലുള്ളത്? കൂടുതലോ കുറച്ചോ? എന്തുകൊണ്ടാണത്? നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് തറക്തുക്കും അലാ മഹജ്ജത്തിൽ ബൈദാ, ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത് ഒരു തൂവെള്ള പാതയിലാണ്. എത്രത്തോളം വെളുപ്പുണ്ട്, വെളിച്ചമുണ്ട്. ലൈലുഹ കനഹാരിഹ, ആ രാത്രിയിലെ ആ വഴിയുടെ രാത്രി പോലും എന്താണ്? പകല് പോലെയാണ്, വെളിച്ചമുണ്ട്. നമ്മൾ ആലോചിച്ചോക്കെ, ഒരു വഴി, നമ്മുടെ മുന്നിൽ കുറേ വഴികളുണ്ട് ലക്ഷ്യത്തേക്ക്. ആ വഴികളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇരുട്ട് പിടിച്ച അപകടങ്ങളുള്ള വഴികളാണ് എല്ലാ വഴികളും, കുറേ ഉണ്ട്. അതിന് നടുവിൽ ഒരൊറ്റൊരു വഴി, നേരൊരു വഴിയുണ്ട്, വെളിച്ചം നിറഞ്ഞ, വക്രതയില്ലാത്ത, അപകടങ്ങളില്ലാത്ത ഒരു വഴി. നമ്മളിങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ കുറച്ച് വഴികൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏത് വഴിയിലാണ് സഞ്ചരിക്കാം? ഏത് വഴിയിൽ സഞ്ചരിക്കാം? വെളിച്ചമുള്ള, നേരെയുള്ള, അപകടങ്ങളില്ലാത്ത വഴി, അല്ലേ? യാതൊരു സംശയമില്ലല്ലോ. ഈ വഴിയാണ് സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയ വഴി. ആ വിശ്വാസം, ആ ആദർശം, ആ നിലപാട്. പക്ഷെ ആ നിലപാടിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾ തന്നെ പറഞ്ഞത് ഭൂരിഭാഗം ആളുകളും ആ വഴിയിലല്ല എന്ന് പറഞ്ഞു. ഭൂരിഭാഗം ആളുകളും ആ വഴിയിലല്ല. എന്തുകൊണ്ടാണ് ഈ നേരായ, വളവില്ലാത്ത, വെളിച്ചമുള്ള വഴി ഉണ്ടായിട്ടും ബാക്കിയുള്ള വഴികൾ, അപകടം പിടിച്ച വഴികൾ ആളുകൾ തിരഞ്ഞെടുക്കുന്നത്? ഭൂരിഭാഗം ആളുകൾ എന്തുകൊണ്ടാ? അതാണ് നേരത്തെ പറഞ്ഞത്, കണ്ണ് കാണാത്ത ആൾക്ക് എന്ത് വളഞ്ഞ വഴി, നേരുള്ള വഴി, വെളിച്ചമുള്ളതെന്ത്, വെളിച്ചമില്ലാത്ത, തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. തമ്മിൽ അവന് യാതൊരു വ്യത്യാസവും അനുഭവപ്പെടൂല. ഉണ്ടാവോ? ഒരു വ്യത്യാസം അനുഭവപ്പെടൂല. അവന് പകലും രാത്രിയും, വെളിച്ചമുള്ള വഴിയും വെളിച്ചമില്ലാത്ത വഴിയൊക്കെ അവൻ ഒരുപോലെയാണ്. ഇതേപോലെയാണ് എന്ത്? ദീനിനെ സംബന്ധിച്ച് അറിവില്ലാത്ത ആളുകളും. ദീനിനെ സംബന്ധിച്ച് അറിവില്ലാത്ത ആളുകൾ ഇങ്ങനെ തന്നെയാണ്. ല്ല പക്ഷേ ഇതേ അവസ്ഥയിൽ തന്നെ നമ്മൾ മരണപ്പെട്ടു പോകുന്നത് നമ്മുടെ കുറ്റം തന്നെയാണ്. നമ്മുടെ കുറ്റം തന്നെയാണ്. നമ്മൾക്ക് പല കാര്യങ്ങളും അറിയാത്തതുണ്ട്, പല വിഷയങ്ങളും. നമ്മൾ നേരത്തെ രണ്ട് അപകടങ്ങളാണ്. ഒന്നാമത്തെ അറിയാത്തത്, രണ്ടാമത്തെ പ്രവർത്തിക്കുക. നമ്മളിൽ മിക്ക ആളുകളും അൽഹംദുലില്ലാ അറിഞ്ഞിട്ട് പ്രവർത്തിക്കാത്ത ആളുകൾ നമ്മളിലില്ല. വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ. അറിഞ്ഞിട്ട് പ്രവർത്തിക്കാത്ത ആളുകൾ നമ്മളിൽ വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ. പക്ഷേ നമ്മൾക്ക് പല അബദ്ധങ്ങളും പോരായ്മകളും പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ അറിവില്ലായ്മയാണ്. നമ്മുടെ അറിവില്ലായ്മയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ അറിയാൻ ഉള്ള വേദികൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ, അത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമാക്കിയിട്ടുണ്ട് റബ്ബ്. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യം കൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഏതൊരാൾക്കും എങ്ങോട്ടും പോകേണ്ടതില്ലാതെ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? അവൻ എന്തെങ്കിലും ദീനിനെ പറ്റി അറിയാൻ ആഗ്രഹിച്ചാൽ അത് പഠിക്കാൻ സാധിക്കുന്നൊരവസ്ഥ ഇന്നുണ്ട്. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക. അതിലുള്ള നമ്മുടെ അറിവില്ലായ്മ നീക്കം ചെയ്യുക എന്നുള്ളത് നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് നമുക്കെല്ലാം പഠിക്കാൻ കഴിയുമോ? എല്ലാവരോടും വലിയ പണ്ഡിതന്മാരാവണം എന്ന് അല്ലാഹ് കൽപ്പിച്ചിട്ടുണ്ടോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നമ്മൾക്ക് നിർബന്ധമായ കുറച്ച് അറിവുകളുണ്ട്. ഓരോ മുസ്ലിമിനും, പള്ളിയത്തെ ഉസ്താദിന് മാത്രമല്ല, ഓരോ
എല്ലാവരിലും കോമൺ ആയിട്ട് വരുന്ന വിഷയങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഏറ്റവും ആദ്യം വരുന്ന വിഷയം വിശ്വാസ കാര്യങ്ങളാണ്. ഏറ്റവും ആദ്യം വരുന്ന വിഷയം വിശ്വാസ കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് വിശ്വാസ കാര്യങ്ങൾ ഏറ്റവും ആദ്യം പഠിക്കണം എന്ന് പറയുന്നത്? വിശ്വാസം ശരിയായിട്ടില്ലെങ്കിൽ അവൻ്റെ പ്രവർത്തനങ്ങൾ അവൻ എന്ത് ചെയ്യില്ല, ഉപകരിക്കുകയില്ല. എൻ്റെ വിശ്വാസം ശരിയായ വിശ്വാസമാണോ എന്ന സംശയത്തിൽ നമ്മൾ തുടരുന്നത് എത്രമാത്രം അപകടമാണ്. എന്താ അപകടം? നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും ശരിയാവില്ല. ആ സംശയത്തിൽ തുടരാൻ നമുക്ക് പാടില്ല. നമുക്ക് ശരിയായ വിശ്വാസമാണ്, നമുക്ക് ഉറപ്പ്. അപ്പോൾ ഒരു സംശയം വരും, ഏതാ ശരിയായ വിശ്വാസം? എങ്ങനെയാണ് ശരിയായ വിശ്വാസം മനസ്സിലാക്കാൻ സാധിക്കുക? അപ്പം നിങ്ങൾ എന്താ പറയുക? ഖുറാനും സുന്നത്തും അറിയിക്കുന്ന വിശ്വാസം, അല്ലേ? ഖുറാനും സുന്നത്തും അറിയിക്കുന്ന വിശ്വാസം നിങ്ങൾ പറയും. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഏത് നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞ് ഏത് വിഭാഗക്കാരോട്, ഏത് വ്യത്യസ്ത കക്ഷികളോട്, ഭിന്നിച്ച് നിൽക്കുന്ന ആളുകളോട്, അവരിൽ ഏത് വിഭാഗത്തോട് നമ്മൾ സംസാരിച്ചാലും അവരെല്ലാവരും എന്താ പറയുക? ഞങ്ങളുടെ വിശ്വാസം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഖുറാനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അപ്പം എന്താ ചെയ്യുക? രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ പിന്നെയും പോട്ടെ, ചെറിയ വ്യത്യാസങ്ങളാണ്. ഒന്ന് കിഴക്കും മറ്റൊന്ന് പടിഞ്ഞാറും ആയിരിക്കും. അപ്പം ഇതിലേതാണ് ഖുറാനും സുന്നത്തിൻ്റെ ആൾ? എല്ലാവരും പറയും ഞങ്ങൾ ഖുറാനും സുന്നത്തുമാണ്, ആയത്തും ഹദീസുകളും ഞങ്ങളുടെ പ്രമാണം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ വിശ്വാസം, അതുകൊണ്ട് എൻ്റെ വിശ്വാസം ശരിയായ വിശ്വാസമാണ് എന്നെല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ പറയാത്തവരായിട്ട് ഒരു വിഭാഗവും മുസ്ലിങ്ങളില്ല. നമ്മൾ പോയി അന്വേഷിച്ച് നോക്കിക്കോളി, ഒരു വിഭാഗമില്ല. ഞങ്ങളാണ് ശരിയായ വിശ്വാസത്തിൻ്റെ ആളുകൾ, വക്താക്കൾ എന്ന് അവകാശപ്പെടാത്ത മുസ്ലിമീങ്ങളിൽ ഒരു വിഭാഗവും ഇല്ല. പക്ഷേ ഇതിലെല്ലാം ശരിയായ വിശ്വാസമായിരിക്കും. ഇനി അവർക്ക് എല്ലാവരും സത്യസന്ധന്മാരായിരിക്കുമോ? എല്ലാം ശരിയായിരിക്കുമോ? അല്ലേ? നമുക്ക് എന്താണ് മാനദണ്ഡം? എന്താ? എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇന്ന ആൾക്കാരാണ് ശരി, ഇന്ന ആൾക്കാർ ശരിയല്ല, ഇന്നവരുടെ വിശ്വാസം ശരിയാണ് എന്ന് നമുക്ക് പറയാനുള്ള മാനദണ്ഡം എന്താ? നമ്മുടെ ആൾക്കാരാണെങ്കിൽ ശരിയാണ്, അല്ലേ? അങ്ങനെയാണോ? നമ്മുടെ കൂട്ടത്തിൽ കൂടില്ല, നമ്മൾ കണ്ട സലാം പറയില്ല, മുണ്ടൂല, അപ്പോൾ ശരിയല്ല, അങ്ങനെയാണോ? എന്താ മാനദണ്ഡം? തെളിവ് പറയണം. തെളിവ് നിങ്ങൾ എന്ത് പറഞ്ഞാലും തെളിവും പറയണം. വാ, ശ്രദ്ധിക്കണം. വളരെ എളുപ്പമുള്ള മറ്റൊരു തെളിവുണ്ട്, അതിനേക്കാൾ വ്യക്തമായിട്ടുള്ള മറ്റൊരു തെളിവുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറയാം, ആയത്താണ്, വളരെ വ്യക്തമാണ്. അള്ളാഹ് പറയണം, ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. ഫൈൻ ആമനു, അവർ വിശ്വസിച്ചാൽ. അവർ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന അന്നത്തെ കാലത്ത് വിശ്വസിക്കാത്ത ആളുകൾ, അഹ്ലു കിതാബുകാരും മറ്റു മുശ്രിക്കീങ്ങളും എല്ലാവരും. അവർ വിശ്വസിച്ചാൽ ആരുപോലെ? കമാ ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചതുപോലെ. അത് ആരോടാ പറയുന്നത്? സ്വഹാബത്തിനോടാണ്. സ്വഹാബത്തെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചാൽ ഫഖദ് ഇഹ്തദൗ, അവർ ഹിദായത്തിലായി. ആരുടെ ഉറപ്പാണ്? അള്ളാഹുവിൻ്റെ ഉറപ്പാണ്. പിന്നെ ആരെങ്കിലും നമ്മളെ കുറ്റം പറഞ്ഞാൽ പേടിക്കേണ്ടതുണ്ടോ? കാരണം നമുക്ക് ഉറപ്പ് ഗ്യാരണ്ടി തരുന്ന ആരാ? അള്ളാഹുവാണ്. നമ്മൾ ഹിദായത്തിലായി എങ്ങനെയാണെങ്കിൽ മാത്രം. നമ്മുടെ വിശ്വാസം സ്വഹാബത്തിൻ്റെ വിശ്വാസം പോലെ ആയെങ്കിൽ മാത്രം. അതല്ലാതെ ഞാൻ അങ്ങനെയാണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ്, അതാണ്, ഇതാണ്, ഈ സംഘടനയാണ്, ഈ വിഭാഗമാണ്, ഞങ്ങളുടെ സംഘടനയിൽ ഇത്ര ആൾക്കാരുണ്ട്, ഇത്ര ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇതിലൊന്നും ഒരു കാര്യമില്ല. അവകാശവാദങ്ങൾ ഉന്നയിക്കുകയോ മറ്റുള്ള എന്തെങ്കിലും അലങ്കാരങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തൊരു കാര്യങ്ങൾക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രാധാന്യമില്ല. നമ്മുടെ വിശ്വാസം ശരിയായ വിശ്വാസമാകുന്നത് അള്ളാഹ് പഠിപ്പിച്ചെന്നെപ്പോഴാണ്? നമ്മുടെ വിശ്വാസം സ്വഹാബത്തിൻ്റെ വിശ്വാസം പോലെ ആകുമ്പോഴാണ്. അപ്പം എൻ്റെ വിശ്വാസം സ്വഹാബത്തിൻ്റെ വിശ്വാസം പോലെ ആണെങ്കിൽ എനിക്കെന്തു പറയാം? ഞാൻ ശരിയായ വിശ്വാസത്തിലാണെന്ന് പറയാം.
വേറൊരാളുടെ വിശ്വാസം സ്വഹാബത്തിന്റെ വിശ്വാസം പോലെ അല്ലെങ്കിൽ എനിക്കെന്ത് പറയാം? അവന്റെ വിശ്വാസം ശരിയായ വിശ്വാസം അല്ല എന്ന് പറയാം. ഇതാണ് അതിന്റെ മാനദണ്ഡം. ഇതാണ് ഒരു വിശ്വാസം ശരിയാണോ അല്ലയോ എന്ന് വേർതിരിക്കാനുള്ള മാനദണ്ഡം. ഇതാണ് ഒരാളുടെ വിശ്വാസം സ്വഹാബത്തിന്റെ ഇതുപോലെ ആയിട്ടുണ്ടോ ഇല്ലയോ. ഇനി നിങ്ങൾ പറയും, നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പിച്ച് യാതൊരു സംശയം ഇല്ലാതെ പറയാൻ സാധിക്കും എൻ്റെ വിശ്വാസം സ്വഹാബത്തിന്റെ പോലെയാണ്? എത്ര പേർക്ക് നിങ്ങൾക്ക് പറയാൻ സാധിക്കും? ഉറപ്പിച്ച് പറയാൻ സാധിക്കും? അത് നിങ്ങൾക്ക് ഉറപ്പ് വേണമെങ്കിൽ പഠിക്കണ്ടേ? അപ്പോഴാണ് നമ്മൾ സിറാത്തുൽ മുസ്തഖീമിലായിട്ടുള്ളൂ. അപ്പോഴേ നമ്മൾ നരകത്തിന് രക്ഷപ്പെടുന്നവരും സ്വർഗത്തിന് പ്രവേശിക്കുന്നവരായിട്ടുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ വിഷയത്തിലും അത് നമുക്ക് A to Z ഓരോന്ന് എണ്ണി പറയാൻ കഴിയില്ലെങ്കിലും പ്രധാനപ്പെട്ട പോയിന്റുകളിലെങ്കിലും നമുക്ക് സ്വഹാബത്തിന്റെ നിലപാടുകൾ പോലെയാണോ എൻ്റെ നിലപാടുകൾ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? പരിശോധിക്കാനും അങ്ങനെ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ മാറ്റം വരുത്താനും നമുക്ക് സാധിക്കണം. അപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ ഒരു ഉറപ്പോടുകൂടെ ജീവിക്കാൻ സാധിക്കും. അങ്ങനെ ഒരാൾ അവൻ ശരിയായ ഈ ഒരു വിശ്വാസത്തിലാണെങ്കിൽ അവൻ ഹിദായത്തിലാണ്, സിറാത്തുൽ മുസ്തഖീമിലാണ്. അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ്, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചവനാണ്. നമുക്ക് പിന്നെന്താ പേടിക്കാനുള്ളത്? പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വിശ്വാസം, ഇതാണ് ഏറ്റവും പ്രധാനം. ഈ വിശ്വാസം ശരിയാകാത്ത ഒരാൾ ഒരുപാട് പ്രവർത്തിച്ചാലും അതെന്ത് ചെയ്യുകയില്ല? ദീനിൽ അതിന് യാതൊരു പ്രാധാന്യമില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ആര്? ശ്രദ്ധിച്ചോ, ഞാൻ മനസ്സിലാൻ വേണ്ടി പറഞ്ഞുതരാം. ഈ വിശ്വാസം ശരിയായിട്ടുള്ള ഒരാളും ഈ വിശ്വാസം ശരിയാകാത്ത ഒരാളും തമ്മിലുള്ള വ്യത്യാസം, അത് എൻ്റെ വ്യത്യാസമോ ഏതെങ്കിലും സംഘടനകളുടെ വിഭാഗത്തിൻ്റെ ഒന്നും വ്യത്യാസമല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന, കാണിച്ചു തന്ന, പ്രാക്ടിക്കലായി കാണിച്ചു തന്ന വിശ്വാസം, ആ ഒരു വ്യത്യാസം നിങ്ങൾ നോക്കി, നിങ്ങൾ പരിശോധിച്ചാൽ മതി. ആദ്യത്തെ നിലപാട്, പ്രതികരണം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പെരുമാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു. ഒന്നാമത്തത്, സ്വഹാബി വനിതകൾപ്പെട്ടൊരു സ്ത്രീ, ഹാമിദിയ ഗോത്രത്തിൽപ്പെട്ടൊരു സ്ത്രീ. ആ സ്ത്രീ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടുപോയി. അവൾ ആ വ്യഭിചാരത്താൽ അവളുടെ വയറ്റിൽ എന്തു ചെയ്തു? ഒരു കുട്ടിയാവുകയും ചെയ്തിട്ടുണ്ട്, ഗർഭം ധരിച്ചിട്ടുണ്ട്. ഈ ഗർഭവുമായിട്ട് ആ സ്ത്രീ എന്ത് ചെയ്യാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വ്യഭിചാരത്തിനുള്ള ഹദ്ദ്, അതിൻ്റെ പ്രതിക്രിയ, ദീനിലുള്ള ശിക്ഷ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടാണ്. എന്താണ് വ്യഭിചാരത്തിനുള്ള ശിക്ഷ ദീനിൽ? വിവാഹം ചെയ്ത സ്ത്രീയാണ്, കല്യാണം കഴിഞ്ഞ സ്ത്രീയാണ്. കല്യാണം കഴിഞ്ഞ ഒരു വ്യഭിചാരം ചെയ്തെന്താ ദീനിലെ ശിക്ഷ? കല്ലെറിഞ്ഞ് കൊല്ലുക. ഇങ്ങോട്ട് ഏറ്റുവാങ്ങാൻ വേണ്ടി ഇങ്ങോട്ട് കടന്നു വരും. എന്തിനു വേണ്ടിയിട്ടായിരിക്കും കടന്നു വരുന്നത്? അവർക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്ലെറിഞ്ഞ് കൊല്ലും, അള്ളാഹുവിൻ്റെ ദീനാണ്, അള്ളാഹു ഇറക്കിയ നിയമമാണ്. അവർക്കറിയാം, അവർ മരിക്കുന്ന അറിയാം. അത്രയധികം വേദന സഹിച്ചിട്ട് അവർക്ക് മരിക്കേണ്ടി വരുന്ന അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. എന്നിട്ടും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നെന്തിനാ? അയ്യോ ബറക്കല്ലാഹു ഫീക്കും. ആ തെറ്റിന് ഇവിടെ ശിക്ഷിക്കപ്പെട്ടാൽ പിന്നെ പരലോകത്ത് നിന്നുണ്ടാവില്ല, ശിക്ഷ ഉണ്ടാവില്ല. പരലോകത്തതിന് ശിക്ഷ ഉണ്ടാവില്ല. ഇവിടെ നിന്ന് അത് കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് റാഹത്തായി എന്നുള്ള ആ ബോധത്തോടു കൂടെ. കാരണം പരലോകത്തിന് ശിക്ഷ ഉണ്ടാവുക പറഞ്ഞാൽ ഇവിടത്തെ പോലൊന്നല്ല. അതിനെ പിന്നീട് വിശദീകരിക്കാം സമയമുണ്ടെങ്കിൽ. ഇവിടത്തെ അങ്ങോട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് കഴിച്ചില്ലായി, പിന്നൊന്നും ബേജാറാവേണ്ടതില്ല എന്ന ബോധ്യത്തോടു കൂടി അവരെന്ത് ചെയ്യണം? ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ വേണ്ടി ഇങ്ങോട്ട് വരികയാണ്.
നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വെച്ചിട്ട് അംഗീകരിക്കുകയാണ്, ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തിരിഞ്ഞു കളയും. പിന്നെയും അവൾ വന്ന് അംഗീകരിക്കുമ്പോൾ ആ കാര്യം ഏറ്റു പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? അവളോട് പോയി പ്രസവിച്ചിട്ട് വരാൻ പറയും. ഇവൾ പ്രസവിക്കാൻ പോകുന്ന ഇവളുടെ വീട്ടിലേക്കാണ്. അവിടെ എന്ത് ചെയ്യുന്നില്ല, ജയിലിൽ അടയ്ക്കൊന്നുമല്ല, പിന്നാലെ പടയാളികൾ വിട്ടയക്കുന്നൊന്നുമില്ല, സ്വഹാബത്തിന് ആരെങ്കിലും അവർ ഓടിപ്പോകുന്നുണ്ടോ നോക്കാൻ വിട്ടയക്കുന്നില്ല. അവൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് വേണമെങ്കിൽ ഓടി രക്ഷപ്പെടുകയൊക്കെ ചെയ്യാം. അതിനൊക്കെയുള്ള സാധ്യത എല്ലാം ഉണ്ട്. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുകയും ചെയ്യാം. എന്നിട്ടും എന്ത് ചെയ്യണം, അവളെ ആരെയും പുറകിൽ അയക്കാതെ വീട്ടിലേക്ക് പറഞ്ഞയക്കാം. അവൾ പോയി പ്രസവിച്ചിട്ട് ആ കയ്യിൽ ആ ചോരക്കുഞ്ഞുമായിട്ട് പാൽ കുടിക്കുന്ന കുട്ടിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വീണ്ടും വരികയാണ്. അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ പ്രസവിച്ചു, ഇനി എൻ്റെ മേൽ എന്ത് ചെയ്യണം, ഈ ശിക്ഷ നടപ്പിലാക്കണം എന്ന് പറയും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുട്ടിക്ക് മറ്റ് ഭക്ഷണങ്ങൾ, പക്ഷെ പാല് മാത്രം കുടിക്കുന്ന, പാല് കുടിയിൽ ആശ്രയിച്ച് നിൽക്കുന്നൊരവസ്ഥ ആ കുട്ടിയുടെ മാറുന്നൊരു പ്രായത്തും അപ്പോൾ വരാൻ പറയും. അപ്പം ഈ സ്ത്രീ വീണ്ടും പോവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പടയാളികളൊന്നും ആരും കൂടെ ഇല്ല, ഒറ്റയ്ക്ക് വിട്ടയക്കും. അവളവരുടെ നാട്ടിലേക്ക് പോകും. വീണ്ടും കുറച്ച് 1 വർഷം 1.5 വർഷം കഴിയുമ്പോൾ ഈ കുട്ടീനെയും കൊണ്ടുവരും. ആ കുട്ടിൻ്റെ കയ്യിലൊരു റൊട്ടി കഷ്ണം ഉണ്ടാവും. കാണിച്ചു കൊടുക്കുകയാണ്, ആ കുട്ടി പാല് മാത്രമല്ല ഭക്ഷണവും കഴിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എന്താ, ഈ കുട്ടി ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇനി എൻ്റെ മേൽ ശിക്ഷ നടപ്പിലാക്കണം എന്ന് പറയും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും, അവളുടെ മേൽ ആ ശിക്ഷ നടപ്പിലാക്കും. ഈ കല്ലെറിയുന്ന കൂട്ടത്തിൽ സ്വഹാബികൾപ്പെട്ട ഒരാൾ അദ്ദേഹത്തിൻ്റെ മേൽ ഈ സ്ത്രീയുടെ ചോര തെറിക്കും കല്ലെറിയുന്ന കൂട്ടത്തിൽ. അപ്പോൾ വളരെ മോശപ്പെട്ട ഒരു വാക്ക് അദ്ദേഹത്തിന് വായിന്ന് വന്നു പോകും. കാരണം അങ്ങനത്തെ ഒരു സ്ത്രീ ആയിരുന്നു. ആ നിലയ്ക്കൊരു മോശപ്പെട്ട വാക്ക് വന്നു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഒരിക്കലും അങ്ങനെ പറയരുത്, ഒരിക്കലും അങ്ങനെ പറയരുത്. അവൾ ചെയ്ത തൗബ മദീനക്കാർക്ക് മൊത്തം വീതിച്ചു കൊടുത്താൽ മദീനക്കാർക്ക് എല്ലാവർക്കും ആ തൗബ മതിയാകുന്നത്രയും വലിയ തൗബ അവൾ ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഇതൊന്നാമത്തെ നിലപാട്. വ്യഭിചാരിണിയാണ്, ശ്രദ്ധിക്കണം. വിവാഹത്തിന് ശേഷം വ്യഭിചാരം ചെയ്ത സ്ത്രീയാണ്. ഇവരോടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരുണയുള്ള പെരുമാറ്റം ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറൊരു വിഭാഗത്തെ പറ്റി പറയാം. കുറച്ചൊരു സമൂഹം, അവർ പ്രത്യേകത എന്താ, സ്വഹാബത്തിനോട് പറയുന്ന, സ്വഹാബത്തെ, നിങ്ങൾ അവരുടെ ഇബാദത്തുകൾ കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇബാദത്തിനോട് എന്ത് തോന്നും, ഒരു കുറച്ചിൽ തോന്നും. അവരുടെ ഇബാദത്തുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇബാദത്തിനോട് ഒരു കുറച്ചിൽ തോന്നും. ഞങ്ങൾ ചെയ്യുന്നത് കുറച്ചാണല്ലോ എന്നൊരു തോന്നിപ്പോവും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറ്റി പറഞ്ഞെന്താ, ഞാനെങ്ങാനും അവരെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ് സമൂഹത്തെ നശിപ്പിച്ചതുപോലെ ഞാൻ അവരെ നശിപ്പിക്കും. എന്നുവെച്ചാൽ ഭൂമിയിൽ നിന്ന് തുടച്ചു നിൽക്കും, മുഴുവൻ ആളുകളെയും കൊന്നുകളയുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇത്രയധികം ഇബാദത്തുകൾ ചെയ്യുന്ന, പല ഹദീസുകളും വിശദീകരിക്കുന്നുണ്ട്, ഇബാദത്തുകൾ കൊണ്ട് അവരുടെ എന്താ പറയുക, മാംസങ്ങൾ എല്ലിലേക്ക് ഇഴുകിച്ചേർന്ന്, അങ്ങനെ ഒരുപാട് അടയാളങ്ങൾ ഹദീസിൽ പഠിപ്പിച്ചിരുന്നു അവർ ഇബാദത്തിൻ്റെ ആഴവും വലിപ്പവും മനസ്സിലാക്കാൻ വേണ്ടി. ഇത്രയധികം ഇബാദത്തുകൾ മുഴുകിയ ആളുകളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, അവരോട് സ്വീകരിച്ച നിലപാടെന്താ? അതേസമയം നേരത്തെ പറഞ്ഞ ആ വ്യഭിചാരിണിയായ സ്ത്രീയോട് സ്വീകരിച്ച നിലപാടെന്താ? രണ്ടും രണ്ടറ്റത്താണ്. എന്താ വ്യത്യാസം? എന്താണ്, എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? എന്തുകൊണ്ടാണ് വ്യത്യാസം? മറ്റെന്തെങ്കിലും ലാഭങ്ങൾ ആഗ്രഹിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത വ്യത്യാസമാണോ? ആദ്യത്തെ സ്ത്രീ അവൾ ശരിയായ വിശ്വാസത്തിലാണ്, രണ്ടാമത്തവർ ശരിയായ വിശ്വാസത്തിലല്ല. ഒരാൾ ശരിയായ വിശ്വാസത്തിലാവുക അല്ലാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ രക്ഷ വളരെ ഗൗരവമുള്ള വിഷയമാണ്. മറ്റെന്തും പിന്നെയുള്ളൂ. ഒരു താബിയായിട്ടുള്ളൊരു പണ്ഡിതൻ, അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഭയങ്കര ബേജാറും വെപ്രാളവും. അപ്പോൾ മറ്റൊരു പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ സന്ദർശിക്കാൻ വന്നപ്പോൾ, മരിക്കാനായെന്ന് അറിയാം, കാണാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വെപ്രാളം കണ്ടിട്ട്, താങ്കൾ എന്തിനും ബേജാറാവുന്നു എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറയാണ്. താങ്കൾ അള്ളാഹു എല്ലാത്തിനും മുകളിലാണെന്ന് വിശ്വസിക്കുന്നില്ലേ? അവനെല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്നില്ലേ? അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും എണ്ണി പറയാം.
ഇതൊക്കെ വിശ്വസിക്കണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് മരിച്ചോളൂ. നിങ്ങൾ ബേജാറാവേണ്ട ആളല്ല എന്ന് പറയാനുള്ള കാരണം എന്താ? ശരിയായ വിശ്വാസത്തിലാണ് ആൾക്ക് മറ്റെന്തും പിന്നെയുള്ളൂ. അവന്റെ പ്രവർത്തനങ്ങളും മറ്റൊക്കെ പിന്നെയാണ്. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയുന്നത് എന്താ? ഫുസ്സാഖു അഹ്ലി സുന്നത്തി ഖൈറും മിൻ ഉബ്ബാദി അഹ്ലിൽ ബിദ്അഹ്. അഹ്ലുസുന്നത്തിൽപ്പെട്ട ഫാസിഖീങ്ങളാണ്, വൻപാപങ്ങൾ ചെയ്യുന്ന ആളുകളാണ് അഹ്ലുൽ ബിദ്അയിൽപ്പെട്ട ഇബാദത്തുകൾ കൊണ്ട് ജീവിതം നിറച്ച ആളുകളെക്കാൾ നല്ല ആളുകൾ. അള്ളാഹുവിന്റെ അടുക്കൽ, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലും നമ്മുടെ അടുക്കലും അങ്ങനെ ആയിരിക്കണം. നമ്മുടെ അടുക്കലും അങ്ങനെ ആയിരിക്കണം. ഒരാളുടെ വിശ്വാസം സ്വഹാബത്തിന്റെ പോലെ ആയിരിക്കും, ഒരാളുടെ ആദർശം അവരുടേതുപോലെ ആയിരിക്കുക, ഒരാളുടെ നിലപാടുകൾ അതുപോലെ ആയിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഈ ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഈ ദീനിൽ ഏറ്റവും അധികം പ്രധാനപ്പെട്ട കാര്യം അതാണ്. അപ്പൊ ഈ നിലപാടുകൾ മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ ഉദാഹരണങ്ങളായിട്ട് എന്ത് ചെയ്യണം ഇൻഷാ അല്ലാഹ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മൊത്തത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അവരുടെ എല്ലാ ജീവിത മേഖലകളും മുഴുവനും നമുക്ക് വായിച്ച് മനസ്സിലാക്കാന്നുള്ളത് ഒരിക്കലും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമില്ല. സമയത്തിന്റെ പരിമിതിയും മറ്റൊരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കുറെ നേരമായിട്ട് ഇവിടെ ദർസുകൾ കേൾക്കുന്ന ആളുകളാണ്. ക്ഷമയോടുകൂടി ഉറക്കം വരുന്നുണ്ടെങ്കിലും ക്ഷമയുണ്ടെങ്കിലും ക്ഷമിച്ചിരിക്കുന്നുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. പക്ഷെ എന്നാലും ഒരു പരിമിതി ഉണ്ട്. നമ്മൾ ക്ഷമിക്കുന്നുണ്ട് നിങ്ങൾ കുറേ ഇരുത്തി ബുദ്ധിമുട്ടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില നിലപാടുകൾ സ്വഹാബത്തിന്റെ വിശ്വാസമാണോ നമ്മുടേതെന്ന് പരിശോധിക്കാൻ നമ്മളെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അത് മാത്രം ഇൻഷാ അല്ലാഹ് വേഗത്തിൽ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം തൗഹീദ് തന്നെയാണ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം? പഠിക്കാത്ത കുട്ടികൾ, പഠിച്ചവരാണ് കുട്ടികളൊക്കെ മറക്കാതെ, പഠിക്കാത്തവരില്ല കുട്ടികൾ വലിയവരുണ്ടോ? എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം എന്താ? നിങ്ങളോട് ഒരാൾ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുക്കാം മലയാളത്തിന്? എന്നോടല്ല, ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ പള്ളി ദർസുകളിൽ സമസ്തക്കാരുടെ മറ്റൊക്കെ അവിടെ കിതാബിൽ ഓതി പഠിപ്പിക്കുന്ന കാര്യം എന്ത്? ലാ ഖാലിഖ വലാ റാസിഖ ഫിൽ വുജൂദി, അല്ലെങ്കിൽ വലാ ഖാദിറ അലൽ ഇഖ്തിറാഇ ഇല്ലല്ലാഹ്, അങ്ങനെ പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു കാര്യത്തെ ഉണ്ടാക്കാൻ കഴിവുള്ളവനായി, ഒരു കാര്യത്തെ സൃഷ്ടിക്കുന്നവനായി, എന്തെങ്കിലും ഒരു കാര്യത്തെ റിസ്ക് നൽകുന്നവനായി അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത് പള്ളി ദർസുകളിൽ. ഇത് സ്വഹാബത്തിന്റെ വിശ്വാസമല്ല. സ്വഹാബത്തിന്റെ വിശ്വാസം അങ്ങനല്ല. അത് മനസ്സിലാക്കാൻ എത്രയോ ആയത്തുകളുണ്ട്. ഉദാഹരണം ഒരു ആയത്തുണ്ട്, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. അല്ലാഹു മക്കാ മുശ്രിക്കുകളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടപ്പോൾ പ്രതികരണം അല്ലാഹു ഖുർആനിൽ പറയാണ്. അവരെന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ ഇവൻ എല്ലാ ഇലാഹിനും ഒറ്റ ഇലാഹാക്കുകയാണോ ഇങ്ങനെ ചോദിക്കുന്നത്? എല്ലാ ഇലാഹിനെയും മുഹമ്മദ് ഒറ്റ ഇലാഹാക്കരുത്, എന്ത് ഒരു അത്ഭുതകരമായ കാര്യമാണല്ലോ എന്നാണ് അവർ പ്രതികരിക്കുന്നത്. അവരൊരിക്കലും എന്ത് പറഞ്ഞില്ല? അള്ളാഹു മാത്രമാണ് സൃഷ്ടിച്ചത്, അതുകൊണ്ട് അത്ഭുതപ്പെടണമെന്ന് പറഞ്ഞിട്ടില്ല. എന്ന് മാത്രല്ല, അവരോട് ആരാണ് അവരെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അവരെന്താ പറയാ? ഒരിക്കലും ലാത്തയാണെന്ന് പറയൂല, ഉസ്സയാണെന്ന് പറയൂല, മനാത്തയാണെന്ന് പറയൂല. അവർ പറയാ സയഖൂലൂന അല്ലാഹ്, അള്ളയാണെന്ന് പറയും. ഒന്നാമത്തെ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം ആരാധനയ്ക്ക് അർഹനായി, ഇബാദത്തുകൾ നൽകപ്പെടാൻ അർഹനായി അള്ളാഹു അല്ലാത്ത മറ്റൊന്നും ഈ ദുനിയാവിലില്ല. പക്ഷെ ആ അർഹത, അതിനുള്ള ആ യോഗ്യത അത് അള്ളാഹുവിനേ ഉള്ളൂ. അത് ആർക്കില്ല? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കില്ല, ജിബ്രീൽ അലൈഹി ഇസ്ലാമിനില്ല, മറ്റു നബിമാർക്കില്ല, മുർസലീങ്ങൾക്കില്ല, ഔലിയാക്കന്മാർക്കില്ല, സാലിഹീങ്ങൾക്കില്ല, ആർക്കില്ല. ഇബാദത്ത് എന്നുള്ളത് അള്ളാഹുവിന്റെ മാത്രം അവകാശം. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഈ ഒരു അടിസ്ഥാനം വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനം. ഇതുപോലും മനസ്സിലാക്കാത്ത എത്ര മുസ്ലിമീങ്ങളുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഒരാൾ ഇസ്ലാമിൽ പ്രവേശിക്കുന്നത് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കി ഇതാണ് ഇതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കി ഞാൻ ഇത് നടപ്പിലാക്കും എന്ന് അതാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നപ്പോഴാണ് ഷഹാദത്ത് കലിമ ചൊല്ലുമ്പോഴാണ്. ഷഹാദത്ത് കലിമ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ഈ അർത്ഥമാണ്. ഈ അർത്ഥം ഞാൻ എന്റെ ജീവിതത്തിൽ പാലിക്കും എന്നുള്ള പ്രഖ്യാപനമാണ് എന്ത് ഷഹാദത്ത് എന്ന് പറയുന്നത്. ഒരാൾക്ക് ഈ അർത്ഥം അറിയില്ലെങ്കിൽ അയാൾ എങ്ങനെ പാലിക്കാം? ഒന്നാമത്തെ കാര്യം തൗഹീദിന്റെ വിഷയമാണ്. ഒന്നാമത്തെ കാര്യം തൗഹീദിന്റെ വിഷയമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ തൗഹീദ് എന്ന് എപ്പോഴും പറയുമ്പോൾ നമ്മൾ കൂടുതൽ സമയം പറയാറുള്ളത് ഈ ഉലൂഹിയത്തിന്റെ വിഷയം, പക്ഷെ ഇബാദത്തുകളുടെ വിഷയം. ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ കൊടുക്കാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, നേർച്ച വഴിപാടുകൾ അവന് മാത്രമേ നടക്കാവൂ, ബലിയെറുക്കൽ അവന് മാത്രമേ. ഇങ്ങനെ ഈ വിഷയങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതും അതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പക്ഷേ തൗഹീദ് എന്നുള്ളത് അത് മാത്രമല്ല. അതിനോട് കൂടെ നമ്മൾ പലപ്പോഴായി നമ്മുടെ നാട്ടിൽ തീരെ കേട്ടിട്ടില്ലാത്ത പല വിഷയങ്ങളും തൗഹീദിലുണ്ട്. അതിൽപ്പെട്ടതാണ് തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. അള്ളാഹുവിന്റെ അസ്മാ വസിഫാത്തുകൾ, അതിലുള്ള തൗഹീദ്. പക്ഷേ അള്ളാഹുവിനെ പറ്റി അള്ളാഹു അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പല കാര്യങ്ങളും നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് അള്ളാഹുവിനെ പറ്റി. ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ തന്നെ വിശ്വസിക്കണം. ഉദാഹരണത്തിന് അയിൻ അള്ളാഹ്, അള്ളാഹ് എവിടെയാന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാം? അവിടെ. അള്ളാഹു എവിടെയാ? എല്ലാത്തിനും മുകളിലാണ്. അള്ളാഹു എല്ലാത്തിനും മുകളിലാണ്. ഇന്ന് പല ആളുകൾ മുസ്ലിമീങ്ങളോട് ചോദിച്ചു നോക്കി അള്ളാഹ് എവിടെയാന്ന് ചോദിച്ചാൽ പലർക്കും ഉത്തരം അറിയില്ല. പലർക്കും അറിയില്ല. പലരും എന്ത് ചെയ്യും? ഒന്ന് ചിന്തിക്കും, ചിലർക്ക് ഉത്തരം കിട്ടൂല. ചിലരെന്ത് പറയും? എല്ലാവരും ഉണ്ടെന്ന് പറയും. അള്ളാഹു എല്ലാത്തിനും മുകളിലാണ് എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ മുകളിൽ മറ്റൊന്നുമില്ല. അള്ളാഹുവിന്റെ മുകളിൽ മറ്റൊന്നുമില്ല. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. അഅല എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലായിരുന്നു. അവനേക്കാൾ മുകളിൽ ഒന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും മുകളിലാണെന്നുള്ള സഹാബത്തിന്റെ വിശ്വാസം. അല്ലെ, സഹാബത്തിൽപ്പെട്ട ഒരു അടിമ സ്ത്രീ, ചെറിയൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിന്റെ സംഭവം ബുഖാരിയിൽ കൊടുക്കുന്നുണ്ട്. ആ പെൺകുട്ടിനെ കൊണ്ടുവന്ന് വിശ്വാസ മജ്‌ലിസിൽ കൊണ്ടുവരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പെൺകുട്ടി ഈമാനുള്ളവളാണോ എന്ന് പരിശോധിക്കാൻ 2 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം അയ്നല്ലാഹ്, അള്ളാഹ് എവിടെയാണ് ചോദിക്കുന്നത്. അപ്പൊ പെൺകുട്ടി എന്താ പറയാ? ഫിസ്സമാ, എല്ലാത്തിനും ഉപരിയിലാണ്, എല്ലാത്തിനും മുകളിലാണ്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും മുകളിലാണ് എന്നുള്ളത് സ്വഹാബത്തിന്റെ നിലപാടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അർശിന് മുകളിൽ ഇസ്തിവാ ആയി. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. നമ്മൾ എങ്ങനെയാണ് ഈ ആയത്തിന്റെ അർത്ഥം പരിഭാഷ ഉണ്ടോ അവിടെ? എങ്ങനെ അർത്ഥം കൊടുത്തിട്ടുള്ളത്? അള്ളാഹു റഹ്മാനായ റബ്ബ് അവന്റെ അർശിന് മേൽ സിംഹാസനസ്ഥനായി, അല്ലെങ്കിൽ ഉപവിഷ്ടനായി. അച്ചമല്ലാത്ത പറഞ്ഞ ഇരുന്നു എന്നുള്ള അർത്ഥമാണ് ഇസ്തിവാന് സ്വഹാബത്ത് കൽപ്പിച്ചിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. ഇസ്തവ എന്ന് പറഞ്ഞാൽ റഹ്മാനു അല. അല എന്നുള്ള വാക്കിന്റെ കൂടെ ഇസ്തവ വന്നു കഴിഞ്ഞാൽ അറബി ഭാഷയിൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, മുകളിലായി. വേറൊരു ഭാഷ അർത്ഥം അറബി ഭാഷയിലില്ല. അള്ളാഹു അർശിന് ഉപരിയിലായി, മുകളിലായി. ഇതാണ് എന്തിന്റെ അർത്ഥം? ഇസ്തവ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഇസ്തവ എന്ന വാക്കിന്റെ അർത്ഥം അതാണ്. അതുപോലെ തന്നെ ഖുർആന്റെ വിഷയം. ഖുർആൻ എന്നുള്ളത് എന്താ? അള്ളാഹുവിന്റെ കലാമാണോ സൃഷ്ടിയാണോ? അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹു കലാം എന്ന് പറയുന്നത് അർത്ഥം സംസാരം. അപ്പൊ അള്ളാഹു സംസാരിക്കുമോ? ഇങ്ങനൊരു ചോദ്യം വരുമ്പോഴാണ് പലരും ചിന്തിക്കുന്നത് അള്ളാഹു സംസാരിക്കും എന്ന് പലരും ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ്. അതെന്തുകൊണ്ട് അങ്ങനെ ചിന്ത വരുന്നത് വെച്ചാൽ
സംസാരം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? നമ്മുടെ മൈൻഡിൽ സൃഷ്ടികളുടെ പല സംസാരങ്ങളും നമ്മുടെ മൈൻഡിൽ വരുന്നത്. എന്നിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യും? അള്ളാഹുവിന്റെ സംസാരമായിട്ട് കണക്ട് ചെയ്യും. ഇങ്ങനെയാണ് ശരിയാവുന്നത്. നമ്മൾ എന്ത് ചെയ്യും? അള്ളാഹു സംസാരിക്കൂല നമ്മളോട് പറയും. അള്ളാഹു സംസാരിക്കുന്ന അള്ളാഹ് പഠിപ്പിച്ചെന്നാണ്. വകല്ലമ അല്ലാഹു മൂസ തക്ലീമ. അള്ളാഹു മൂസ അലൈഹി സ്വലാമിനോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട അള്ളാഹുവിന്റെ ഏത് വിശേഷണങ്ങൾ നമ്മൾ പറയുമ്പോൾ, നേരത്തെ ഇസ്തിവാ പറഞ്ഞു, ഉപരിയിലാവാന്ന് പറഞ്ഞു. നമ്മൾ ഉപരിയിലാവുന്ന പോലെയാണോ? ഏതെങ്കിലും സൃഷ്ടികൾ ഉപരിയിലാവുന്ന പോലെയാണോ? അല്ല. അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല. വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അവനെ പോലെ ആരുമില്ല. അവന് സമനായിട്ടൊന്നും ഇല്ല. അതേപോലെ തന്നെ അള്ളാഹുവിനെ നമ്മൾ കാണാൻ സാധിക്കും. അള്ളാഹിനെ ദുനിയാവൊന്ന് കാണാൻ സാധിക്കും? ഇല്ല. ആഖിറത്തിലോ? സ്വർഗത്ത് പ്രവേശിച്ചാലും മഹ്ശറിലും കാണാൻ സാധിക്കും. സ്വർഗത്തിൽ പ്രവേശിച്ചാലും മഹ്ശറിലും കാണാൻ സാധിക്കും. ചില മുഖങ്ങൾ ആ ദിവസം പ്രകാശിക്കുന്നതായിരിക്കും. എന്താ പ്രകാശിക്കാൻ കാരണം? ഇലാ റബ്ബിഹ നാദിറ. അവരുടെ റബ്ബിലേക്ക് നോക്കുന്ന കാരണത്താൽ. അള്ളാഹുലേക്ക് നോക്കുമ്പോൾ പോലും നോക്കുന്ന ആളുകളുടെ മുഖം എന്ത് ചെയ്യും? പ്രകാശിക്കും. അള്ളാഹിന്റെ മുഖം എങ്ങനെ ആയിരിക്കും? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ ദുനിയാവിൽ കാണുന്ന എന്ത് ഭംഗിയുള്ള കാര്യത്തിനും അതിന്റെ ഭംഗി കൊടുത്താലാണ്. അള്ളാഹ് എത്ര ഭംഗിയുണ്ടാവും? കൊടുത്തവനെ കൂടുതലുണ്ടാവും, കിട്ടിയവനെ കൂടുതലുണ്ടാവും. ചിന്തിക്കേണ്ട കാര്യമാണ്. എന്ത് നല്ല ഗുണങ്ങളും അങ്ങനെ തന്നെയാണ്. എന്ത് നല്ല ഗുണങ്ങളും ഏറ്റവും പൂർണ്ണമായ അവസ്ഥയിലുള്ളവനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കാണുക, അവന്റെ വജ്ഹ് നോക്കാൻ സാധിക്കുക എന്നുള്ളതാണ് സ്വർഗത്തിലെ തന്നെ ഏറ്റവും വലിയ അനുഗ്രഹം. സ്വർഗത്തിലെ ആസ്വാദനങ്ങളിൽ മുഴുകി നിൽക്കുന്ന സ്വർഗക്കാർ അള്ളാഹുവിനെ കാണുന്ന മാത്രയിൽ അവരുടെ എല്ലാ ആസ്വാദനങ്ങളും ഒരു മറന്നുപോകും. എല്ലാം മറന്നുപോകും. നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല. നമുക്ക് അള്ളാഹിന്റെ സൃഷ്ടിയാണ് സ്വർഗം. സ്വർഗത്തിലെ പല അനുഗ്രഹങ്ങൾ നമുക്ക് ചിന്തിച്ചാൽ പിടി കിട്ടൂല. പിന്നെ അള്ളാഹിനെ പറ്റി ചിന്തിച്ചാൽ പിടി കിട്ടാം. അപ്പോ അള്ളാഹുവിനെ കാണാൻ സാധിക്കും. ഇല്ല, ഈമാനുള്ളവർക്ക് മഹ്ശറിലും എവിടെയാണെങ്കിലും ഈമാനുള്ളവർക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. മഹ്ശറിലാണെങ്കിലും സ്വർഗത്തിലാണെങ്കിലും. ദുനിയാവെന്ന് കാണുമോ? ഈ അടുത്തൊരാള് നടന്നിട്ട് ഹജ്ജിന് പോയിട്ട് അയാൾ പോണ വഴിക്ക് അള്ളാനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അറിഞ്ഞിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്, നിങ്ങൾ എന്ത് ചെയ്യില്ല, വരിക്കും വരേക്കും നിങ്ങളുടെ റബ്ബിനെ കാണുകയില്ല. വിശ്വാസം പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. ഒരിക്കലും കാണൂല. അപ്പൊ ഒരാൾ കണ്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കളവ് പറയാം. അച്ഛനാണ് കല്ല് വെച്ചെന്നാ പറയുന്നത്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, കാണാൻ സാധിക്കില്ല. എന്നാൽ ആഖിറത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു അവനെ കാണാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും തരട്ടെ. അതുപോലെ തന്നെ ഈമാന്റെ വിഷയം. ഈമാൻ എന്നുള്ളത് അല്ലേ, പല ആൾക്കാരോടും നീ എന്താ താടി സുന്നത്തായി എടുത്ത് വളർത്താത്തത്, സ്ത്രീകളോട് നീ എന്താ മുഖം മറയ്ക്കാത്തത്, അല്ലെങ്കിൽ നീ എന്താ ആണുങ്ങളോട് പോയി നിര്യാണിക്ക് കൊണ്ട് വസ്ത്രം ഉയർത്താത്ത ചോദിക്കുമ്പോൾ തഖ്വ ഹാഹുന. തഖ്വ എവിടെയാണ്? ഇവിടെ. തഖ്വ എന്ന് പറഞ്ഞാൽ എവിടെ? ഹദീസാണ്. തഖ്വ ഹാഹുന. തഖ്വ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഇവിടെയാണെന്ന് പറയും. ശരിയല്ലേ? ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ് തഖ്വ ഹാഹുന. തഖ്വ എവിടെയാണ്? ശരിയല്ലേ?
നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ, അറിഞ്ഞുകൊള്ളുക ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. എന്താ അതിന്റെ പ്രത്യേകത? ഇദാ സ്വലുഹത് സ്വലുഹൽ ജസദു കുല്ലുഹു, അത് ശരിയായാൽ ശരീരം മൊത്തം ശരിയാവും. വൈദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, അത് കേടുവന്നാൽ ശരീരം മൊത്തം കേടുവരും. അലാ വഹിയൽ ഖൽബ്, ഏതാണ് മാംസകഷ്ണം? ഖൽബാണ്. അപ്പൊ നമ്മൾക്ക് സുന്നത്തുകൾ പുറമേക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഖൽബിൽ എന്തോ പ്രശ്നമുണ്ട്, ഈമാൻ ശരിയായിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഖൽബ് ശരിയായാൽ എന്ത് ചെയ്യും? സംസാരം ശരിയാവും, പ്രവർത്തനം ശരിയാവും. പ്രവർത്തനം മോശമാണെന്നുണ്ടെങ്കിൽ അർത്ഥം എന്താ? ഖൽബും മോശമാണ്, ഖൽബും മോശമാണ്. വെച്ചാൽ ഈമാൻ എന്നുള്ളത് ഖൽബിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. നബിസ്വലാസം പറഞ്ഞില്ല, ഈമാൻ ബിദ്ഉം വസബ്ഊന ശുഅബ, ഈമാൻ എത്ര ഭാഗങ്ങളുണ്ട്? 70-ൽ പരം ഭാഗങ്ങളുണ്ട്. പാർട്സ് എന്ന് പറയില്ല, പല ഭാഗങ്ങളാണ് ഈമാൻ. ഒരു മരം പോലെ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ള മരം പോലെ. മരം എന്ന് പറഞ്ഞൊരു തടി മാത്രമാണോ? വേരുണ്ട്, ചില്ലകളുണ്ട്, ഇലകളുണ്ട്, ഫലങ്ങളുണ്ട്. ഇതേപോലെ തന്നെ ഈമാനിനും ഒരുപാട് ഭാഗങ്ങൾ, ഹദീസിലുള്ള 70-ൽ പരം ഭാഗങ്ങളുണ്ടെന്നാണ്. 70-ൽ പരം ഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം അലാഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലാണ്. ഖൗൽ എന്ന് പറഞ്ഞാൽ പറയാം. അപ്പം പറച്ചിൽ എന്തിൽ പെടും? ഈമാനിൽ പെടും. സംസാരം ഈമാനിൽ പെടുന്ന ആരെ പറയുന്നത്? പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ അതിലേറ്റവും അത്ര എന്താ പറയാ ചെറിയൊരു പാർട്ട് ഏതാ? വഴിയിൽ നിന്നും തടസ്സം, ഉപദ്രവം നീക്കുക എന്നുള്ളതാണ്. ഉപദ്രവം നീക്കുക എങ്ങനെ? കൽബുകൊണ്ട് ചിന്തിച്ച നീമോ? അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കണം. അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനം എന്തിനാണ് എണ്ണിയത്? ഈമാനിലാണ് എണ്ണിയത്. മിനൽ ഈമാൻ, ലജ്ജ, നാണം, അത് ഈമാനിന്റെ ഈ 70 ഭാഗങ്ങളിൽപ്പെട്ടൊരു ഭാഗമാണ് നബിസ്വലാസം പഠിപ്പിച്ചത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനെ പറ്റി പറഞ്ഞപ്പോൾ അതിൽ സംസാരം എണ്ണി, പ്രവർത്തനം എണ്ണി, ഹൃദയത്തിലുള്ള ഹയാ അതിനെ എണ്ണി. അപ്പൊ ഹൃദയത്തിലും എന്തുണ്ട്? അതും അതിനോട് കൂടെ നാവിലുള്ള സംസാരവും അതിന്റെ കൂടെ അവയവങ്ങളുടെ പ്രവർത്തനവും ഇതൊക്കെ കൂടി ചേർന്നതാണ് എന്ത്? ഈമാൻ. അതെന്ത് ചെയ്യും? നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുകയും ചെയ്യും, മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കുറയുകയും ചെയ്യും. ഖൗലുൻ ബിൽ ലിസാൻ വഅമലുൻ ബിൽ അർകാൻ വഇഅ്തിഖാദുൻ ബിൽ ജനാൻ യസീദു ബിത്ത്വാഅ വയൻഖുസു ബിൽ മഅസിയ എന്നാണ് അറബിയിൽ പറയാം. അപ്പൊ നന്മകൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ഈമാൻ വർദ്ധിക്കും. എത്രത്തോളം നല്ല നന്മയാണ് അത്രത്തോളം എന്ത് ചെയ്യും? ഈമാൻ വർദ്ധിക്കും. എത്രത്തോളം മോശപ്പെട്ട തിന്മയാണ് അത്രത്തോളം എന്ത് ചെയ്യും? ഈ ഈമാൻ കുറയുകയും ചെയ്യും. ഇതാണ് ഈമാനെ സംബന്ധിച്ച സ്വഹാബത്തിന്റെ നിലപാട്. പറഞ്ഞു വന്നത് സ്വഹാബത്തിന്റെ വിശ്വാസം നമുക്ക് ശരിക്കും നമ്മളിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട ചില നിലപാടുകളെ സംബന്ധിച്ചാണ്. അതിൽ അടുത്തത്, ഒരാൾ വൻപാപം ചെയ്യുന്ന ഒരാൾ, വൻപാപങ്ങൾ എന്ന് പറയുമ്പോൾ ദീനിൽ ശക്തമായി വിലക്കപ്പെട്ടിട്ടുള്ള, പ്രത്യേകം ശിക്ഷകൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള, അല്ലെങ്കിൽ കടുത്ത വാഗ്ദാനങ്ങളല്ല താക്കീതുകൾ ശക്തമായത് വന്നിട്ടുള്ള തെറ്റുകൾക്കാണ് വൻപാപങ്ങൾ എന്ന് പറയാം. അത്തരം തിന്മകൾ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ, ഉദാഹരണം നമുക്ക് മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ഒരു മദ്യപാനി, തൗഹീദൊക്കെ ഉണ്ട്, സ്വഹാബത്തിൻ്റെ വിശ്വാസത്തിലൊക്കെയാണ്, ആ നിലപാടുകളൊക്കെയാണ്, അതാണ് ശരിയായ വിശ്വാസം, നിലപാട് എന്നൊക്കെ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അയാൾ മദ്യപാനിയാണ്. എന്തെങ്കിലും മദ്യപിച്ച് തൗബ ചെയ്ത് അങ്ങനെ ഒഴിവാക്കിയ ആളുകളെ പറ്റിയിട്ടല്ല ഞാൻ ചോദിക്കുന്നത്. മറിച്ച് അയാൾ മരിക്കുന്നത് വരേക്കും അത് തൗബ ചെയ്യാതെ തന്നെ അങ്ങനെ തുടർന്നൊരു വ്യക്തിയാണ്. അയാളുടെ ആഖിറത്തിലെ അവസ്ഥ എന്തായിരിക്കും?
എന്തായിരിക്കും ആഖിറത്തിലെ അവസ്ഥ? സ്വർഗത്ത് പോവും, നരകത്ത് പോവും? ഏ ഏ തൗഹീദ് ഉണ്ടെങ്കിലും ശിക്ഷ കഴിഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് എത്തും അല്ലേ? ഉറപ്പാ? എല്ലാവരും ഉറപ്പിച്ചോ? അയ്യോ, അതാണ് കുറച്ചുകൂടി ശരിയായ അഭിപ്രായം. അങ്ങനെയാണ് പറയേണ്ടത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. ശിർക്ക് വെക്കപ്പെടുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പുറത്തു തരില്ല. എന്ന് വെച്ചാൽ ഒരാളെ ദീനിൽ നിന്ന് പുറത്താക്കുന്ന കാര്യങ്ങൾ ഒരാൾ ചെയ്തത് അതിൽ നിന്ന് തൗബ ചെയ്യാതെയാണ് മരണപ്പെടുന്നെങ്കിൽ അള്ളാഹ് പുറത്തു കൊടുക്കൂല. അവൻ കാലാകാലം നരകത്തിൽ തന്നെയാണ്. ഒരിക്കലും നരകത്തിന് പുറത്തു കിടക്കുകയോ സ്വർഗത്തിൽ പ്രവേശിക്കുകയോ ചെയ്യില്ല. അതല്ലെങ്കിലോ വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്തതൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കൊക്കെ എന്ത് ചെയ്യും? പുറത്തു കൊടുക്കും. അതിൻ്റെ അർത്ഥം എന്താ? ഉദ്ദേശിക്കാത്തവരെ ശിക്ഷിക്കും. ഉദ്ദേശിക്കാത്തവരെ ശിക്ഷിക്കുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിൻ്റെ കീഴിലാണ് അവൻ്റെ പരലോകം. ഇനി അവൻ ശിക്ഷിക്കപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കാം, അവൻ കാലാകാലം നരകത്തിലായിരിക്കുമോ? ആയിരിക്കുമോ? ഇല്ല. തൗഹീദുള്ളൊരു വ്യക്തി, ശരിയായ സ്വഹാബത്തിൻ്റെ വിശ്വാസമൊക്കെ ഉള്ളൊരു വ്യക്തി, അവൻ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു സമയം അവൻ സ്വർഗത്തിലേക്ക് എത്തിയിരിക്കും. ഏതെങ്കിലും ഒരു സമയം അവൻ എന്ത് ചെയ്യും? സ്വർഗത്തിലേക്ക് എത്തിയിരിക്കും. പക്ഷെ അവൻ അതിനിടയിൽ ശിക്ഷിക്കപ്പെടുമോ? അതൊക്കെ റബ്ബിൻ്റെ തീരുമാനത്തിന് കീഴിലാണ്. ചിലപ്പോൾ റബ്ബ് ഉദ്ദേശിച്ചാൽ ശിക്ഷിക്കും, അല്ലെങ്കിൽ റബ്ബ് പുറത്തു കൊടുക്കും. ചിലപ്പോൾ ശിക്ഷയുടെ കാലാവധി കുറേ വർഷം ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ഇടയിൽ വെച്ച് ഷഫാഅത്തുകൾ എന്ത് ചെയ്യും? നൽകപ്പെടും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്തി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി, എൻ്റെ ഷഫാഅത്ത് ആർക്കാണ്? ഞാൻ പറയാം, ഈ ഉമ്മത്തിൽപ്പെട്ടെന്ന് വെച്ചാൽ ശരിയായ വിശ്വാസമുള്ള സ്വഹാബത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിച്ചിട്ടുള്ള എന്നാൽ വൻപാപങ്ങൾ പറ്റി തൗബ ചെയ്യാതെ മരണപ്പെട്ടുപോയ വ്യക്തി, അവർക്കാണ് എന്ത്? എൻ്റെ ഷഫാഅത്ത്. അവർക്കാണ് എൻ്റെ ഷഫാഅത്ത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. ഇനിയിപ്പോൾ തൗബ ചെയ്താലോ? ഒരാൾ അങ്ങനെ മദ്യപാനം ചെയ്തു, കുറേ കാലം അങ്ങനെ ചെയ്തു, പക്ഷെ അതിന് തൗബ ചെയ്തു. അയാളുടെ ആഖിറത്തിലെ അവസ്ഥ എന്താ? അല്ല, സലാം. എന്താണ് അയാളുടെ അവസ്ഥ? ശ്രദ്ധിക്കുക, നിങ്ങളിതൊന്നും സംശയിക്കേണ്ട വിഷയങ്ങളല്ല. ഒരാൾ തൗബ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വലിയ തെറ്റായിക്കോട്ടെ അള്ളാഹ് അത് പുറത്തു കൊടുക്കും. ഒരു സംശയം വേണ്ട, അതിൽ സംശയിക്കാൻ പാടില്ല. ശരിയായ തൗബ, ദീൻ പഠിപ്പിച്ചെന്ന നിബന്ധനകൾ ഒത്ത തൗബയാണെങ്കിൽ എത്ര വലിയ തിന്മയായിക്കോട്ടെ അള്ളാഹ് അത് പുറത്തു കൊടുക്കും. യാതൊരു സംശയം ആവശ്യമില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ തെറ്റുകളും ഉറപ്പായും പുറത്തു കൊടുക്കും തൗബ ചെയ്യുന്ന ആളുകൾക്ക്, ശരിയായ രൂപത്തിലുള്ള തൗബയാണെങ്കിൽ. എപ്പോഴാണ് ശരിയായ രൂപത്തിലുള്ള തൗബയാകുക? ആരാ പറയാം? ഒരാൾ ഇവിടെ. ഒന്നാമത്തെ കാര്യം എന്താ? 3 നിബന്ധനകളാണ്. അത് അവസാനത്തല്ലേ? നിങ്ങളെ തെറ്റ് ചെയ്യാത്ത ആരും ഇല്ലേ നിങ്ങളില്ലേ? എല്ലാവരും തെറ്റ് ചെയ്യാത്തവരാ? തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തൗബ ചെയ്താലല്ലേ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുള്ളൂ. നിങ്ങൾക്ക് ഒന്നുകിൽ തൗബ എന്താണെന്ന് അറിയണം, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്യാത്തവരായിരിക്കണം. പലരുടെയും പലതും പകുതി ശരിയാണ്, പകുതി തെറ്റാണ്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, അത് പഠിച്ചു വെക്കണം.
നമ്മൾ ഓരോരുത്തരും ഇത് പഠിക്കുന്നതിലേക്ക് ആവശ്യക്കാരാണ്. കാരണം ഈ പറയുന്ന ഞാനും നിങ്ങളൊക്കെ എല്ലാവർക്കും അങ്ങേയറ്റം തെറ്റുകൾ പറ്റുന്ന ആളുകളാണ്. തെറ്റുകൾ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കാം. ഒരു മലക്കിനെ കണ്ട പോലായി. ഉണ്ടോ? അല്ലെങ്കിൽ മലക്കുകളുണ്ടോ ഇവിടെ പള്ളിയിൽ? മനുഷ്യന്മാരാണെങ്കിൽ തെറ്റ് പറ്റും. തെറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല, പക്ഷെ തെറ്റുകൾ പറ്റാം. അത് മനുഷ്യന്റെ പ്രകൃതിയിൽപ്പെട്ടതാണ്. കുല്ലു ബനി ആദമ ഖത്താ, എല്ലാ ആദമിന്റെ മക്കളും അങ്ങേയറ്റം തെറ്റ് ചെയ്യുന്നവരാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ തെറ്റ് ചെയ്യാനാണോ പറഞ്ഞത്, തുടരാനാണോ? വഖൈറുൽ ഖത്താഈൻ അത്തവ്വാബൂൻ. ആ തെറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും നല്ല ആളുകൾ ആരാ? അങ്ങേയറ്റം തൗബ ചെയ്യുന്ന ആളുകളാണ്. ഉറങ്ങിപ്പോണ്ട, ശ്രദ്ധിക്കുക, എല്ലാവർക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ തൗബ നമ്മൾക്ക് ശരിയായ രൂപത്തിൽ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അത്താഇബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു, ഒരു തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് കഴിഞ്ഞാൽ അവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഒന്നാമത്തെ കാര്യം, അത് തെറ്റാണെന്ന് മനസ്സിലായാൽ ആ തെറ്റ് സ്റ്റോപ്പ് ചെയ്ത് നിർത്തണം. തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, എന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ് പറയാ, അത് തൗബയല്ല, അത് ശരിയായ തൗബ. ഇവിടെ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എൻ്റെ ജീവിതത്തിൽ ഈ തെറ്റ് പറ്റിപ്പോയി എന്നത് ആലോചിക്കുമ്പോൾ വിഷമുണ്ടാവാം. തെറ്റ് പറ്റിയതിനെ പറ്റി ആലോചിക്കുമ്പോൾ വിഷമുണ്ടാവാം. പലർക്കും കഴിഞ്ഞു പോയ കാലങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ നൊസ്റ്റാൾജിയ, അല്ലേ? ഇനിയും ആ കാലം ഒന്നുകൂടി മടങ്ങി വന്നിരുന്നെങ്കിൽ എന്നൊക്കെ പലരും ആഗ്രഹിക്കലും. അങ്ങനെ ഒരു ആഗ്രഹവും ചിന്തയാണ് അവന് മനസ്സിലുള്ളതെങ്കിൽ അത് തൗബയായിട്ടില്ല. അവനപ്പ തെറ്റ് ചെയ്യുന്നില്ലെങ്കിലും ആ തെറ്റുകൾ അവന് പൊറുപ്പിക്കപ്പെടൂല. കാരണം അവൻ്റെ തൗബ ശരിയായിട്ടില്ല. പണ്ടെപ്പോഴോ ചെയ്ത തെറ്റായിരിക്കും, പക്ഷെ ഇപ്പോഴും അവൻ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ അല്ലെ, ഗതകാല സ്മരണകൾ അയവിറക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എന്തൊക്കെയോ പറച്ചിലും സംസാരങ്ങളൊക്കെ ഉണ്ട് ആൾക്കാർക്ക്. അങ്ങനൊരു എന്താ പറയാ ചിന്തയാണ്, മനോഭാവമാണ് നമുക്ക് തെറ്റുകളെ പറ്റി ആലോചിക്കുമ്പോൾ ഉള്ളതെങ്കിൽ ആ തെറ്റ് പൊറുപ്പിക്കപ്പെടൂല. ആ തെറ്റിനെ പറ്റി ആലോചിക്കുമ്പോൾ സങ്കടവും, ആ തെറ്റിലേക്ക് നമ്മൾ എത്തിച്ച ആളുകളെ പറ്റി അവരോട് ദേഷ്യവും തോന്നുന്നത് നമ്മുടെ തൗബ ശരിയായ തൗബയാണെന്ന് അറിയിക്കുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, കഴിഞ്ഞത് കഴിഞ്ഞു, പക്ഷെ ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യില്ല, ഇത് ചെയ്യൂല, ഇനി ഞാൻ ചെയ്യൂല എന്ന ഉറച്ച തീരുമാനം. ഇത് മൂന്നും ഒത്തുവരുമ്പോൾ ആ തൗബ ശരിയായ തൗബയായി. പിന്നെ ഒരു തെറ്റും പൊറുപ്പിക്കപ്പെടാതെ ബാക്കിയായി ഉണ്ടാവില്ല. എല്ലാ തെറ്റുകളും അള്ളാഹു സുബ്ഹാനഹു പുറത്തു വരും. അല്ലെ, ചിലർ തൽക്കാലത്തേക്ക് പൗസ് ചെയ്ത് വെക്കാന്ന് പറയുന്നവരെ, തൽക്കാലത്തേക്ക് റമദാനായില്ലേ, റമദാൻ കഴിയട്ടെ, അങ്ങനത്തെ ആളുകളുണ്ട്. എന്നിട്ട് റമദാനിൽ ഇങ്ങനെ എപ്പോഴായി റമദാൻ കഴിഞ്ഞിട്ട് വേണം അന്ന് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച അവൻ ആ റമദാനിൽ മരണപ്പെട്ടാലും ആ തെറ്റുകൾക്ക് ശിക്ഷ അവൻ ഏറ്റുവാങ്ങേണ്ടി വരും. കാരണം ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് ചെയ്യൂല എന്ന് തീരുമാനിക്കലാണ് മൂന്നാമത്തെ. ഈ നിബന്ധനയും ഒത്തുവരുമ്പോഴേ എന്താ, ഇത് മൂന്നും വരണം. ഇതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ അത് തൗബയാകൂല. ഇത് മൂന്നും ഒത്തുവരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര വലിയ തെറ്റായിക്കോട്ടെ, എത്ര ഗുരുതരമായ തെറ്റായിക്കോട്ടെ, എത്ര കാലപ്പഴക്കമുള്ള തെറ്റായിക്കോട്ടെ, എങ്ങനെയുള്ള തെറ്റാണെങ്കിലും ഈ ഒരു തൗബ കൊണ്ട് എന്ത് ചെയ്യും, അത് പൊറുപ്പിക്കപ്പെടും. വീണ്ടും തെറ്റുപറ്റിയാലോ വീണ്ടും തൗബ ചെയ്യാം. പിന്നെയും പറ്റിയാൽ വീണ്ടും ചെയ്യാം. എത്ര കാലം? മരിക്കും വരെ. അത് നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണ്. തെറ്റ് പറ്റുമ്പോഴൊക്കെ തൗബ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണ്. അതിനാണ് തവ്വാബ് എന്ന് പറയാം. ഹദീസിൽ പറഞ്ഞ വഖൈറുൽ ഖത്താഈൻ അത്തവ്വാബൂൻ. തവ്വാബ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? തെറ്റ് പറ്റുമ്പോഴൊക്കെ തൗബ ചെയ്യുന്ന ആളുകൾ. അങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾ തെറ്റുകൾ എന്തെങ്കിലും ബാക്കി ഉണ്ടാവുമോ? ആഖിറത്തിൽ ഉണ്ടാവോ? ഉണ്ടാവൂല. എന്ന് മാത്രമല്ല, ആ തെറ്റുകളൊക്കെ എന്ത് ചെയ്യും, അവന് നന്മകളായി പകരം നൽകുകയും ചെയ്യും.
ആ പറയാൻ മറന്നാണ്. ഈ 3 നിബന്ധനകൾ ഒത്തുവരുന്നത് ഏത് തെറ്റുകളെ പറ്റിയിട്ടാണ്? നമുക്കും റബ്ബിനും ഇടയിലുള്ള തെറ്റുകൾ. പക്ഷേ റബ്ബിന്റെ മറ്റ് പടപ്പുകളോടുള്ള തെറ്റുകളാണെങ്കിൽ, ഒരാൾ ഉപദ്രവിച്ചു, ഒരാളെ അപമാനിച്ചു, വിഷമിപ്പിച്ചു, അല്ലെങ്കിൽ ഒരാളെ സാമ്പത്തികമായിട്ട് അവൻ്റെ സമ്പത്ത് എന്ത് ചെയ്തു നമ്മൾ കൈക്കലാക്കി അന്യായമായിട്ട്, അല്ലെങ്കിൽ ഒരാളുടെ ഭൂമി എന്ത് ചെയ്തു കുറച്ച് അതിർവരമ്പുകൾ മാറ്റിയിട്ട് തട്ടിയെടുത്ത്, അങ്ങനെ എന്തെങ്കിലും പടപ്പുകളോട് കാണിക്കുന്ന അതിക്രമമാണെങ്കിൽ, തെറ്റുകളാണെങ്കിൽ, 4മതൊരു നിബന്ധന കൂടിയുണ്ട്. അതെന്താണ്? ആരോടാണോ തെറ്റ് ചെയ്തത് അവരിൽ നിന്ന് എന്ത് ചെയ്യണം? പൊരുത്തം വാങ്ങിക്കണം. അവർ നമ്മളെ ആ വിഷയത്തിൽ പൊരുത്തപ്പെടണം. എന്തെങ്കിലും അവകാശങ്ങൾ കൊടുത്തു വീട്ടാനുണ്ടെങ്കിൽ ആ അവകാശം കൊടുത്തു വീട്ടണം. സമ്പത്ത് തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ സമ്പത്ത് എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കാതെ നമ്മൾ കുറേ റബ്ബിനോട് അസ്തഗ്ഫിറുല്ലാഹ് തൗബ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് റബ്ബ് പുറത്തു തരൂല. പടപ്പുകളോടുള്ളത് പടപ്പുകൾക്ക് കൊടുത്തു വീട്ടി അവരോട് പൊരുത്തം വാങ്ങണം. 4മത്തെ നിബന്ധന. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് വേറെ ചില വിഷയങ്ങളുണ്ട് തിന്മകളെ ബന്ധപ്പെട്ട്. ചില തിന്മകൾ പുറത്തു തരികയില്ല എന്ന് പഠിപ്പിച്ച ചില തിന്മകളുണ്ട്. അതിൽപ്പെട്ടതാണ് എന്ത്? പരസ്യമായി തിന്മകൾ ചെയ്യാറുണ്ട്. പരസ്യമായി തിന്മകൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചെറിയ തിന്മകളാണെങ്കിലും അതിൽ തുടർന്നു കൊണ്ടേയിരിക്കുക. വൻപാപമൊന്നും ആയിരിക്കില്ല, പക്ഷെ അവനെന്ത് ചെയ്യും? ചെറിയ തിന്മകൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുക എന്നുള്ളത്. ഒരു തിന്മ പരസ്യം ചെയ്യാം. ഇപ്പോൾ വീട്ടിൽ നിന്ന് സിനിമ കാണുന്നതും തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതും വ്യത്യാസമില്ലേ? ആ തിന്മ ഒരേ തിന്മ തന്നെയാണ്. പക്ഷെ അവൻ ആ തിന്മ പരസ്യപ്പെടുത്തുന്നതിലൂടെ അവൻ ആ തിന്മ പൂർത്തിക്കപ്പെടാനുള്ള സാഹചര്യം അവൻ എന്ത് ചെയ്യാം? നഷ്ടപ്പെടുത്തി കളയും. പരസ്യമായ തിന്മകൾ ചെയ്യുക എന്നുള്ളത് വളരെ അപകടം പിടിച്ച കാര്യമാണ്. അതുപോലെ തന്നെ തെറ്റുകൾ നിസാരവൽക്കരിക്കുക, ചെറിയ തെറ്റല്ലേ എന്ന് നിസാരവൽക്കരിക്കലൊക്കെ അപകടമാണ്. നമ്മൾ എത്രത്തോളം നമ്മുടെ മനസ്സിലൊരു തെറ്റ് നിസാരമായിക്കൊണ്ടിരിക്കുന്നുണ്ടോ അത്രത്തോളം ആ തെറ്റ് റബ്ബിൻ്റെ അടുക്കൽ ഗൗരവമുള്ളതായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാൾ അവനെന്ത് ചെയ്യും? അവൻ്റെ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകും. വേഗം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം, സമയമായിട്ടുണ്ട്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഖബർ ശിക്ഷ. ഖബർ ശിക്ഷ. നമ്മൾ ഏതെങ്കിലും ഖബർ എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് തുറന്നു നോക്കേണ്ടി വരെ, കുഴിച്ചെടുക്കേണ്ടി വരികയൊക്കെ ചെയ്യുമ്പോൾ ആരെങ്കിലും ശിക്ഷിക്കപ്പെടുന്നതായിട്ടോ എന്തെങ്കിലും സുഖസൗകര്യങ്ങൾ കിട്ടുന്നതായിട്ടോ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഖബർ ശിക്ഷ ഉണ്ടോ? ഖബർ ശിക്ഷ ഉണ്ട് എന്നുള്ളത് സഹാബത്തിനിടയിൽ തർക്കമില്ലാത്ത വിഷയം. സഹാബത്തിനിടയിൽ തർക്കമില്ലാത്ത വിഷയമാണ്. നമുക്കൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രാർത്ഥനയാണെന്ത്? എല്ലാ നിസ്കാരത്തിലും തശഹുദ് അതുപോലെ സ്വലാത്തും ചൊല്ലിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? 4 കാര്യങ്ങൾ രക്ഷ ചോദിക്കാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊരു കാര്യം എന്താ? ഖബർ ശിക്ഷയാണ്. 4 കാര്യങ്ങൾ. ഒരു കാര്യം ഖബർ ശിക്ഷ. എല്ലാ നിസ്കാരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ ചോദിക്കണമെന്ന് പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അപകടങ്ങൾ, നമ്മളെ ബാധിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളിൽ ഒരു കാര്യം ഖബർ ശിക്ഷയാണ്. ഈ ഖബർ ശിക്ഷ എന്നുള്ളത് അതിന് പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഖിയാമത്ത് നാൾ വരേക്കും ഉണ്ടാവും. ഇന്ന് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഖബറിൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്നാണോ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് അതുവരേക്കും ഈ ഖബറിലെ ശിക്ഷയാണെങ്കിലും സുഖസൗകര്യങ്ങളാണെങ്കിലും അത് തുടർന്നുകൊണ്ടേയിരിക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ട് 2 മലക്കുകൾ 3 ചോദ്യങ്ങൾ ചോദിക്കും. എപ്പോൾ? ഒരാളുടെ റൂഹ് തിരിച്ചിട്ട് കൊടുക്കും, അവൻ്റെ ബന്ധുമിത്രാദികൾ അവൻ്റെ അടുക്കൽ നിന്ന് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ. ഈ 3 ചോദ്യങ്ങൾക്ക് അവന് ഉത്തരം പറയാൻ സാധിച്ചാൽ
അവന് സ്വർഗത്തിലെ ഒരു വിരിപ്പ് വിരിച്ചു കൊടുക്കും. അവൻ്റെ ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കപ്പെടും. സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധം അവിടേക്ക് എന്ത് ചെയ്യും? വീശിപ്പെടും. അതുപോലെ തന്നെ ഒരു സ്വർഗത്തിൻ്റെ ഒരു സാമ്പിൾ എന്ന് വെച്ചാൽ ആ സ്വർഗത്തിലെ അവൻ പ്രവേശിച്ചാൽ അവന് കിട്ടാവുന്ന സുഖസൗകര്യങ്ങൾ അവൻ എന്ത് ചെയ്യും? ഖബറിൽ പ്രദർശിപ്പിക്കപ്പെടും. അതേപോലെ തന്നെ നേരെ തിരിച്ചും ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഖബർ വീണ്ടും കുടുസാക്കപ്പെടും. തീയും അതുപോലെ തന്നെ അതിൻ്റെ ചൂടും ദുർഗന്ധവും നരകത്തിൻ്റെ അവിടേക്ക് തുറന്നു കൊടുക്കപ്പെടും. തീ കൊണ്ടുള്ള വിരിപ്പ് വിരിക്കപ്പെടും. അവൻ നരകത്തിൽ പ്രവേശിച്ചാൽ അവന് കിട്ടാവുന്ന ശിക്ഷകൾ അവനെന്ത് ചെയ്യും? ഖബറിൽ പ്രദർശിപ്പിക്കപ്പെടും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പഠിപ്പിച്ചെന്നാൽ സയൻസ് അതിനെതിരാവുകയാണെങ്കിലോ? അല്ലേ? സയൻസ് അല്ലേ ഏറ്റവും നല്ലത്, മോഡേൺ സയൻസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു തന്നാൽ സയൻസിനെതിരാവുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബാറക്കല്ലാഹു ഫീക്കും. അതന്നെയാണ്, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾക്ക് വിശ്വസിക്കൽ നിർബന്ധമാണ് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്കൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കാര്യം നമുക്ക് മറ്റുള്ള വഴികളിലൂടെ പഠനങ്ങളിലൂടെ ഒന്നും നമുക്ക് ഉറപ്പിക്കാൻ വേറെ മാർഗങ്ങളോ നിർവാഹങ്ങളോ ഒന്നുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതാണെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം? സത്യപ്പെടുത്തണം. സത്യമാണെന്ന് ഉറച്ചു വിശ്വസിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ വർഷങ്ങൾ മുമ്പ് കഴിഞ്ഞ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലോകാവസാനത്തിന് ആ സമയത്ത് നടക്കുന്ന ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും അറിയാൻ സാധിക്കുന്നില്ലെങ്കിലും നമ്മൾ വിശ്വസിക്കൽ നിർബന്ധമാണ്. ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമുക്ക് അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അസിദ്ദീഖ് എന്നുള്ള പേര് കിട്ടിയ സംഭവം നമുക്കറിയാം. അറിയില്ലേ? എങ്ങനെയാ പേര് കിട്ടിയത്? ഇസ്രാ മിറാജിനെ പറ്റി ആ ഒരു കാര്യം എന്ന് പറയുന്നത് അന്നത്രയും പ്രയാസമുള്ള, ചിന്തിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം. ഇന്നത്തെ കാലത്ത് പോലെ അത് ചിന്തിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമുള്ള കാര്യം, കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ. അത്രയും സ്പീഡിലുള്ള പോയി വരവായിരുന്നു. അതുമാത്രമല്ല, അവിടെ നിന്ന് 7 ആകാശങ്ങൾക്ക് മുകളിലേക്ക് കയറിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ദൂരം, മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്കുള്ള ദൂരം, അന്ന് പോകാൻ മാത്രം 3 മാസം എടുക്കും. ഈ ഒരു സമയം ഒറ്റ രാത്രി കൊണ്ട് പോയി വന്നു എന്ന് പറയും. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് മക്കാ മുശ്രിക്കുകൾ ഈ ഒരു കാര്യം അവർ തെറ്റിദ്ധരിപ്പിക്കാനും അദ്ദേഹത്തെ ദീനിൽ നിന്ന് പിന്തിരിപ്പിക്കാനും വേണ്ടിയിട്ടാണ് പറഞ്ഞപ്പോൾ അദ്ദേഹം എങ്ങനെ പ്രതികരിച്ചത്? ഇൻ കാന ഖദ് ഖാലഹു ഫഖദ് സദഖ്. മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. നമുക്കത്രയേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? എല്ലാം വിശ്വസിക്കണം എന്നല്ല പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ തോന്നിയതൊക്കെ അവരവർക്ക് ഇഷ്ടമുള്ളതൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെയാണ്, സ്ഥിരപ്പെട്ടു വന്നതാണ്, സ്വഹാബത്ത് അങ്ങനെ മനസ്സിലാക്കിയത് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് സത്യമാണ് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്. അതല്ലാത്തൊരു നിലപാട് നമുക്ക് പാടില്ല. അത് നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ കൂടെ അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ജിന്നിൻ്റെ വിഷയം. ജിന്ന് മനുഷ്യരുത്ത് പ്രവേശിക്കോ, രോഗങ്ങൾ ഉണ്ടാക്കോ, പ്രയാസം ഉണ്ടാക്കോ, കണ്ണേറ്, റുഖിയ, ഷറഅ്, അങ്ങനത്തെ വിഷയങ്ങൾ. ജിന്ന് മനുഷ്യരുത്ത് കയറുന്ന എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ആരെങ്കിലും കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ? ഇന്ന ശൈത്താന യജ്രി മജ്റദ്ദം. ഒരു മനുഷ്യനിൽ രക്തം പ്രവേശിക്കുന്നിടത്തൊക്കെ ആര് പ്രവേശിക്കും? ആരെത്തും? ശൈത്താനെത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം. അങ്ങനെ തന്നെ നമ്മളത് വിശ്വസിക്കണം. അതുപോലെ തന്നെ സ്വഹാബത്തിൻ്റെ വിഷയം നമ്മളിപ്പോൾ പറഞ്ഞു. സ്വഹാബത്താണ്, അവരുടെ വിശ്വാസം നമ്മുടെ മാതൃക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടതും നമ്മുടെ മാതൃകളായി കൊണ്ടു നടക്കേണ്ടതും നമ്മൾ ഏറ്റവും കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും അള്ളാഹു അവൻ്റെ റസൂലും കഴിഞ്ഞാൽ സ്വഹാബത്തിനെയാണ്. ഇന്നിപ്പോൾ ഈ ഇരിക്കുന്ന ആളുകളോട് അശറത്തുൽ മുബശ്ശിരീൻ്റെ 10 ആളുകൾ പേര് പറയാൻ എത്ര ആളുകൾക്ക് പറയാൻ കഴിയും? ഖുലഫാഉ റാഷിദീങ്ങൾ കഴിഞ്ഞാൽ നിൽക്കും, സ്റ്റോപ്പാവും. കുട്ടികൾ വേണ്ട, വലിയ ആൾക്കാർ
എത്ര ആൾക്കാർക്ക് പറയാൻ കഴിയും? അതേ സമയത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പ്ലേയിങ് 11 ചോദിച്ചാലോ മണി പോലെ പറയും. അല്ലെങ്കിൽ ഏതെങ്കിലും ഫുട്ബോൾ ടീം, അർജൻറ്റീന ഫുട്ബോൾ ടീമോ ബ്രസീൽ ഫുട്ബോൾ ടീമോ ചോദിച്ചാൽ പറയും. ഇതാണ് നമ്മുടെ നിലവാരത. നമുക്ക് നമ്മുടെ മാതൃകകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ അവരുടെ പിൻഗാമികളാണ് എന്ന് നമ്മൾ പറയുന്ന ആളുകളെ പറ്റി നമുക്കൊന്നും അറിയില്ല. അവരെങ്ങനെ സഞ്ചരിച്ചു എന്നറിയാതെ നമുക്കെങ്ങനെ പിന്നാലെ പോകാൻ കഴിയാം? അവരേത് റൂട്ടിലായിരുന്നു പോയത്? ഒരാൾ നമ്മളെ നീ പിന്നാലെ വന്നോ, ഒക്കെ റെഡിയാക്കാം, ഞാൻ ഈ വഴിയൊക്കെ അറിയാമെന്ന് പറഞ്ഞ ഒരാൾ മുന്നിൽ പോയി. കുറേ വഴിയുണ്ട്, അയാൾ ഏത് വഴിയിൽ പോയി നമുക്കറിയില്ല. നമ്മളിങ്ങനെ പോകുന്നുണ്ട്, ഇതായിരിക്കും മൂപ്പര് പോയ വഴിയെന്ന് വിചാരിച്ച്. അങ്ങനെ ആവരുത് നമ്മൾ. അവരെ പറ്റി കൃത്യമായി അറിയണം, വിശദമായി പഠിക്കാൻ തയ്യാറാവണം. അപ്പൊ സ്വഹാബത്തിനെ പറ്റി നമ്മൾക്കുള്ള വിശ്വാസം, അവരെക്കാൾ ഉത്തമരായി സമൂഹത്തിൽ ആരുമില്ല. ഖൈറുന്നാസി ഖർനി, ഈ ഉമ്മത്തിൽ ഏറ്റവും നല്ല ആളുകളാരാ? സ്വഹാബത്താണ്. അപ്പൊ സ്വഹാബത്തിന് ഒരാൾ ചീത്ത പറയുന്നുണ്ടെങ്കിലോ ആ ചീത്ത പറയുന്നതിന് വ്യത്യാസപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ വ്യക്തമായി നിഷേധിച്ചിട്ടുള്ള ചീത്തയാണ് ഒരുത്തം പറയും. ഇപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ഒരാൾ വ്യഭിചാരം ആരോപിക്കുകയാണെങ്കിൽ അവൻ കാഫിറാവും. എന്നാൽ മറ്റെന്തെങ്കിലും മോശപ്പെട്ട സംസാരങ്ങൾ മറ്റേതെങ്കിലും സ്വഹാബികളെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? ഈ ഒരു മാർഗത്തിൽ നിന്ന് പുറത്തു പോകും. സ്വഹാബത്തിന്റെ മാർഗത്തിൽ എന്ത് ചെയ്യും? അവൻ പുറത്തു പോകും. നരകത്തിൽ പ്രവേശിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുന്ന ആ വിഭാഗത്തിൽ നിന്ന് എന്ത് ചെയ്യും? അവൻ പുറത്തു പോകും. പക്ഷെ അവൻ നരകത്തിൽ പ്രവേശിക്കാൻ അർഹനായിത്തീരും. അല്ലേ? നമ്മുടെ നാടുകളിൽ എത്ര പള്ളി മെമ്പറുകളിൽ നിന്നാണ് അബൂ സുഫിയാനെ പറ്റിയും മുആവിയ റളിയല്ലാഹു അൻഹു പറ്റിയൊക്കെ മോശപ്പെട്ട വൃത്തികെട്ട സംസാരങ്ങൾ സംസാരിക്കപ്പെടുന്നത്. എത്രത്തോളം ഞാൻ കേട്ടിട്ടുണ്ട് പല ആളുകളും ചാനലുകൾ വന്ന് സംസാരിക്കുന്നത്. അയാൾ മുസ്ലിം ഒന്നുമല്ല, ഇസ്ലാമിനെ പറ്റി സംസാരിക്കുമ്പോൾ അയാൾ സംസാരിക്കുകയാണെന്ത് വലിയ DGP എന്തൊക്കെയാണ് അയാൾ ഇസ്ലാമിനെ പറ്റി പല കാര്യങ്ങളും പറഞ്ഞിട്ട് അയാൾ ഒരു കാര്യം പറയുന്നത്, ക്രിസ്ത്യാനികളുടെ ക്രിസ്തു മതം തകർക്കാൻ പൗലോസ് വന്നതുപോലെ ദീനുൽ ഇസ്ലാമിനെ തകർക്കാൻ വന്നതാണ് അത്ര ആര്? മുആവിയ റളിയല്ലാഹു അൻഹു. അത് എത്ര വലിയ കളവാണ്, എത്ര ഗുരുതരമായ വാക്കാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയാണ്. അല്ലാഹുമ്മ ജഅൽഹു ഹാദിയൻ മഹ്ദിയ, മറ്റുള്ളവർക്ക് ഹിദായത്ത് നൽകുകയും സ്വയം എപ്പോഴും ഹിദായത്തിലാവുകയും ആക്കണമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വഹി എഴുത്തുകാരിൽ സെയ്ദ് ഇബ്നു സാബിത്ത് രണ്ടാമത്തെ ആരാ? മുആവിയ. അതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിച്ചു നിർത്തി, അതിനുവേണ്ടി മാറ്റി നിർത്തിയ വ്യക്തിയാണ് ആര്? മുആവിയ. വഹി എന്ന് പറഞ്ഞാൽ എന്ത് വിഷയമാണ്? ഏറ്റവും ചില്ലറ വിഷയ, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിന് ഏറ്റവും മികച്ച ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെ തിരഞ്ഞെടുക്കുള്ളൂ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്ത് രണ്ടാമൻ ആരാ? അതുകൊണ്ട് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ മുആവിയക്കുള്ള സ്ഥാനം റളിയല്ലാഹു അൻഹു. ഈ മുആവിയനെ പറ്റിയിട്ടും മറ്റുള്ള പല സഹാബ അബൂ സുഫിയാനെ പറ്റിയിട്ടൊക്കെ മോശപ്പെട്ട പല സംസാരങ്ങൾ ആളുകൾ സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. അഹ്ലുബൈത്ത്. അഹ്ലുബൈത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ദീനുൽ ഇസ്ലാമിൽ? ഉണ്ടോ? അഹ്ലുബൈത്ത് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ തങ്ങന്മാരെ പറ്റി ആലോചിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വംശപരമ്പരയിൽപ്പെട്ട ആളുകൾ, അവരിലെ തൗഹീദുള്ള ആളുകളാണ് എന്ത് പറയാ? അഹ്ലുബൈത്ത് എന്ന് പറയാം. തൗഹീദ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അബൂലഹബിനെയൊക്കെ നമുക്ക് അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞൂടെ? അഹ്ലുബൈത്തിന് പ്രത്യേകതയുണ്ട്. അഹ്ലുസുന്നത്തിൽ സ്വഹാബത്തിനെടുക്കൽ അഹ്ലുബൈത്തിന് എന്നുവെച്ചാൽ സാധാരണ ഒരു തൗഹീദുള്ള ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാൾ നമ്മൾ ആരെ സ്നേഹിക്കും? അഹ്ലുബൈത്തിൽപ്പെട്ട തൗഹീദുള്ള ഒരാളെ സ്നേഹിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നാണ്. ഉദക്കിറുക്കുമുല്ലാഹ ഫി അഹ്ലി ബൈത്തി, എൻ്റെ കുടുംബക്കാരുടെ വിഷയത്തിൽ ഞാൻ നിങ്ങളെ അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ ആ വിഷയത്തിൽ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളും പറഞ്ഞിട്ടുണ്ട്. അഹ്ലുബൈത്തിന്റെ വിഷയത്തിന് പ്രത്യേകത, അവരെ കൂടുതൽ സ്നേഹിക്കുക, മറ്റു മുഅ്മിനുകളെക്കാളും മറ്റ് തൗഹീദുള്ള ആളുകളെക്കാളും അവരെ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക എന്നുള്ളത് സ്വഹാബത്ത്. അതേസമയം ഷിയാക്കളെ പോലെ അവരിൽ പരിധി വിട്ടു പോവുക, അവർ തെറ്റുപറ്റാത്ത ആളുകളാണെന്നും അല്ലെങ്കിൽ അവരെ ഇലാഹ പോലും ആക്കുന്ന അള്ളയാണെന്ന് പോലും പറയുന്ന ആൾക്കാരുണ്ട്. ഇന്നത്തെ എന്താ പറയുക, ഇറാന്
അവിടുത്തെ ആളുകളൊക്കെ അവരൊക്കെ എന്താ പറയുക, അത് മാത്രമല്ല നമ്മുടെ കയ്യിലുള്ള ഖുർആൻ അള്ളാഹ് ഇറക്കിയ ഖുർആൻ അല്ലാന്നും ആയിഷ റളിയല്ലാഹു അൻഹ വ്യഭിചാരിണിയാണെന്നും. ഇങ്ങനത്തെയൊക്കെ ആളുകളുടെ നമ്മുടെ നിലപാട് എന്തായിരിക്കണം? എന്താ നിലപാട്? സമസ്തക്കാർ അവരോട് യോജിക്കാനാണ് ശ്രമിക്കുന്നത്, അവരുടെ നിലപാടുകളും ഉള്ളിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത് സമസ്തക്കാർ. ജമാഅത്ത് ഇസ്ലാമിക്കാർ പണ്ടേ അവർ ഇഖ്വാനുൽ മുസ്ലിമീൻ എന്നുള്ള സംഘടന ഉണ്ടാക്കിയതിന് അതിനു വേണ്ടിയിട്ടാണ്. അവരുമായി ചേർന്ന് അവരുടെ അജണ്ടകൾ സുന്നി മുഖത്തോട് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇഖ്വാനുൽ മുസ്ലിമീൻ ഉണ്ടാക്കിയത് തന്നെ. അതേ വിഷയം രാഷ്ട്രീയ തലത്തിൽ പ്രചരിപ്പിക്കാൻ SDP പോലത്തെ കുറേ സംഘടനകളുണ്ട് മുസ്ലിമീങ്ങൾക്ക്. ഇവരൊക്കെയും അവരുമായിട്ട് രാജിയാകുന്ന ആളാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്. അവർ ശത്രുക്കളാണ്. അല്ലേ? സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ല, അദ്ദേഹം ബൈത്തുൽ മഖ്ദിസ് പിടിച്ചെടുക്കുന്ന എങ്ങനെയാണ് നിങ്ങൾക്കറിയോ ചരിത്രം? ബൈത്തുൽ മഖ്ദിസിനോട് യുദ്ധം ചെയ്യുന്നതിന് മുമ്പ്, അവിടുത്തെ ക്രിസ്ത്യാനികളോട് യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് സലാഹുദ്ദീൻ അയ്യൂബി കീഴടക്കിയ ആദ്യ യുദ്ധം ചെയ്ത ആരോടാ? അതിന് ചുറ്റുഭാഗത്തുള്ള ഷിയാക്കളോടാണ്. അൽ ഫുർസു ഖബൽ അൽ ഖുദ്സ്. ആദ്യം ഇവരെ തുരത്തിയാലേ ഖുദ്സ് പിടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആ ബോധ്യം, അതാണ് അഹ്ലുസ് സുന്നത്തിന്റെ നിലപാട്. അവരാണ് ഏറ്റവും വലിയ ശത്രുക്കൾ. മറ്റുള്ളവർ മുന്നിൽ വിട്ടുള്ളൂ, ഇവർ പുറകുന്നാണ്. അങ്ങനെയുള്ള ശത്രുക്കളാണ് ഏറ്റവും ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടവരെയാണ്. അപ്പം ഇവർ എന്ത് ചെയ്യണം? നമ്മൾ അവരെ സംബന്ധിച്ച് ജാഗ്രത ഉണ്ടായിരിക്കേണ്ടതുണ്ട്, പേടി ഉണ്ടായിരിക്കേണ്ടതുണ്ട്. പിന്നെ അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. എല്ലാ ദീനുകളും ശരിയാണ് എന്ന് പറയുന്ന സർവമത സത്യവാദം എന്ന് പറയുന്നൊരു വാദം മുസ്ലിമീങ്ങൾക്കിടയിൽ പോലും പ്രചരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കമ്മ്യൂണിസവും ലിബറലിസവും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങേയറ്റം ശക്തി പ്രാപിച്ചിട്ടുള്ള നമ്മുടെ നാട്ടിൽ ഈ ഒരു വാദം, ആശയം പല ആളുകളിലും പ്രചരിക്കുന്നുണ്ട്. നല്ല ആളായാൽ മതി, നല്ല സ്വഭാവം, അല്ലെങ്കിൽ നാടിന് ഒരുപാട് സേവനങ്ങൾ ചെയ്താൽ മതി, സ്വർഗത്തിൽ പോവും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ഉറച്ച ബോധ്യം വേണ്ടതുണ്ട്, ഉറപ്പ് യഖീന് വേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം എന്ന് അയക്കപ്പെട്ടുവോ, എന്ന് റസൂലായി നിശ്ചയിക്കപ്പെട്ടുവോ, അതിനുശേഷം ആ റസൂലിനെ പിൻപറ്റാതെ, ആ റസൂലിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ മൂസാ നബിക്കോ ഈസാ നബിക്കും പോലും സ്വർഗത്ത് പോകാൻ പറ്റില്ല. പിന്നെ എങ്ങനെ ബാക്കിയുള്ളവർക്ക് പോകാൻ പറ്റാം? ബുഖാരിയിലുള്ള സംഭവം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൗറാത്തിന്റെ ചില കലർപ്പില്ലാത്ത കുറച്ച് ഏടുകൾ എവിടെ നിന്നോ കിട്ടിയപ്പോൾ അതുമായിട്ട് സന്തോഷത്തോടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വന്ന് വായിക്കാൻ ആരംഭിക്കുകയാണ്. അള്ളാന്റെ കലാമല്ലേ, മൂസാ നബിക്ക് അവതരിപ്പിക്കപ്പെട്ട തൗറാത്തല്ലേ. സന്തോഷത്തോടെ വായിക്കാൻ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവക്കുന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് വായന നിർത്തുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് അവസാനം പറഞ്ഞില്ല, ഉക്കാന മൂസ ഹയ്യൻ ലമാ വസിഅഹു ഇല്ല ഇത്തിബാഇ. മൂസ ഇപ്പെങ്ങാനും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്നെ പിൻപറ്റാതെ മൂസാക്ക് വേറെ നിവൃത്തിയില്ല. അങ്ങനെ പിൻപറ്റാതെ സ്വർഗത്ത് പോവാൻ മൂസാക്ക് പറ്റൂലെങ്കിൽ പിന്നെ എങ്ങനെ മൂസാന്റെ അനുയായികൾക്ക് പറ്റുക? അത് സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് അവസാന കാലത്ത് ദജ്ജാൽ, മസീഹു ദജ്ജാലിനെ കൊല്ലാൻ ഇറങ്ങി വരുന്നത് ആരാ? ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. ഇഞ്ചീൽ കിട്ടിയ അതേ നബിയാണ്. ആ നബി ഇറങ്ങി വന്നിട്ട് ഇഞ്ചീൽ അനുസരിച്ചിട്ടാണ് ജീവിക്കുന്നത് ആണോ? അല്ല, ഖുർആൻ അനുസരിച്ചിട്ടാണ്. അപ്പോഴുണ്ട് ചില ആൾക്കാർ പറയുന്നത് എന്താ, ഞങ്ങളുടെ ഷെയ്ഖുമാർക്ക് എന്ത് ചെയ്യേണ്ടതില്ല, റസൂലിനെ പിൻപറ്റേണ്ടതില്ല. കണ്ടിട്ടില്ല നിങ്ങൾ ചില ആളുകളെ? കണ്ടിട്ടില്ല? ഞാൻ ഒരു കിതാബിൽ ഒരു മുരീദ് തൻ്റെ ഷെയ്ഖിനെ പറ്റി, ഷെയ്ഖിനെ മദ്ഹുകൾ എഴുതിയ ഒരു പുസ്തകത്തിൽ എന്ത് ചെയ്യണം, മുരീദ് പറയാണ്, ഞങ്ങളുടെ ഷെയ്ഖുന ആരാ? ഷെയ്ഖുനൻ്റെ പേര് CM മടവൂർ. ഞങ്ങളുടെ ഷെയ്ഖുന റമദാനിൽ നോമ്പെടുക്കാറുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, നോമ്പെടുക്കുന്നവരെ നോമ്പ് മുറിപ്പിക്കാറുണ്ടായിരുന്നു. ഏത് റമദാനില്? ഇതവർ കുറ്റം ആക്ഷേപമായിട്ട് പറയില്ല, മദ്ഹായിട്ട് പറയാം. എന്താ മദ്ഹായിട്ട് പറയാൻ കാരണം എന്താ? ഞങ്ങളുടെ ഷെയ്ഖ് വലിയാണ്. വലിയാണെങ്കിൽ എന്ത് ചെയ്യണ്ട? വലിയന് അള്ളാഹ് ഹറാമാക്കിയൊന്നും ഹറാമാവൂല, നിസ്കാരം നിർബന്ധാവൂല, നോമ്പ് നിർബന്ധാവൂല. കാരണം എന്താ? ഞങ്ങളുടെ ഷെയ്ഖുന വലിയാണ്. മൂസ അലൈഹിസ്സലാമിനും ഈസാ അലൈഹിസ്സലാമിനും ഒഴിവല്ലെങ്കിൽ പിന്നെ എന്ത് വലി? ഏത് വലിക്ക് ഒഴിവുണ്ടാവുക? ആർക്കെങ്കിലും ഒഴിവുണ്ടാവുമോ? വളരെ ശ്രദ്ധിക്കേണ്ട ഗൗരവമുള്ള വിഷയമാണ്.
അപ്പം ഈ ഒരു കാര്യത്തിൽ ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് അവസാനം നിർത്തുകയാണ്. കഴിഞ്ഞു. നിങ്ങൾക്കൊക്കെ കേട്ടിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയുന്ന പേരാണെന്ത്? മുഹീദ്ദീൻ ഷെയ്ഖ്. അറിയില്ലേ? മുഹീദ്ദീൻ ഷെയ്ഖിനെ അറിയില്ലേ? പേര് അബ്ദുൽ ഖാദിർ അൽ ജീലാനി എന്നാണ് റഹിമഹുള്ള. അദ്ദേഹം അഹ്ലു സുന്നത്തിൻ്റെ സഹാബത്തിൻ്റെ നിലപാടുള്ളൊരു വ്യക്തിയായിരുന്നു. വളരെ ഇൽമും അമലും ഇബാദത്തുകളൊക്കെ ഉള്ള നല്ലൊരു വ്യക്തിത്വമായിരുന്നു റഹിമഹുള്ള. അദ്ദേഹം ഇതുപോലെ ഒരു ദിവസം ഒരു സ്ഥലത്തുകൂടെ, വിജനമായൊരു സ്ഥലത്തുകൂടെ സഞ്ചരിക്കുക, മരുഭൂമിയിലൂടെ. ആ സഞ്ചരിക്കുമ്പോൾ അവിടെ ആരുമില്ല, അദ്ദേഹം ഒറ്റയ്ക്കാണ്. മുൻപിലും ആരുമില്ല, പിൻപിലും ആരുമില്ല. പെട്ടെന്നൊരു ശബ്ദം, യാ അബ്ദുൽ ഖാദിർ, അബ്ദുൽ ഖാദിറേ എന്നൊരു വിളി. അശരീരി എന്ന് പറയും നമ്മൾ മലയാളത്തിൽ. അപ്പം അബ്ദുൽ ഖാദിർ ചുറ്റും നോക്കി. മൊഹീദ്ദീൻ ഷെയ്ഖ് എല്ലാ ഭാഗത്തേക്കും നോക്കി, എവിടെ ആരെയും കാണുന്നില്ല. തോന്നിയതായിരിക്കും വിചാരിച്ച് വീണ്ടും നടന്നു. പിന്നെയും വിളിക്കുകയാണ്, യാ അബ്ദുൽ ഖാദിർ. അപ്പം നോക്കിയപ്പോൾ മുകളിൽ, ആകാശത്തിൽ മേലല്ല, ഭൂമിയിൽ തട്ടിയിട്ടില്ല, മുകളിലൊരു പ്രത്യേക രൂപം, മേഘത്തിൻ്റെ ഒരു പോലത്തെ ഒരു രൂപം. അവിടെ നിന്നാണ് ശബ്ദം വരുന്നത്. അപ്പോൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുള്ള നോക്കുമ്പോൾ ഈ മേഘത്തിൽ നിന്ന് തന്നെയാണ് ശബ്ദം വരുന്നത്. ആ മേഘത്തിൽ നിന്ന് എന്താ പറയുന്നത്? അബ്ദുൽ ഖാദിറേ, ഞാൻ അള്ളാഹുവാണ്. അബ്ദുൽ ഖാദിറേ, ഞാൻ അള്ളാഹുവാണ്. നിന്റെ ഇബാദത്തുകൾ കണ്ട് ഞാൻ നിന്നിൽ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ നിനക്ക് ഇതുവരെയുള്ള ഹറാമുകളൊന്നും ഹറാമല്ല. നമ്മളോടത് പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഓടിയോട് പോവും. അബ്ദുൽ ഖാദിർ റഹിമഹുള്ള പറഞ്ഞത്, ഇഖ്സ അദുവല്ലാഹ്, അള്ളാഹുവിൻ്റെ ശത്രുവെ നീ നിന്ദിനാകട്ടെ. അള്ളാഹുവിൻ്റെ ശത്രുവെ നീ നിന്ദിനാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ ശബ്ദം, മേഘം പറയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ വന്നിട്ടും ഞാൻ ശൈത്താനാണ്, നിനക്ക് എങ്ങനെ മനസ്സിലായതെന്ന് ചോദിക്കുക. അബ്ദുൽ ഖാദിർ പറയാണ്, അള്ളാഹുവിന് ഏറ്റവും അധികം ഇഷ്ടമുണ്ടായിരുന്ന അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ് പോലും അള്ളാഹു ആ റസൂലിന് ഒരു ഹറാമ് പോലും ഹലാലാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ അബ്ദുൽ ഖാദിറിന് അള്ളാഹ് ഹലാലാക്കി തരിക എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. അപ്പൊ ആ ശൈത്താൻ എന്താ പറയുന്ന മറുപടി ശ്രദ്ധിക്കണം. ശൈത്താൻ പറയുന്ന മറുപടി എന്താണെന്നറിയോ? അബ്ദുൽ ഖാദിറെ, ഇൽമുള്ളത് കൊണ്ട് നീ രക്ഷപ്പെട്ടു. ഇതേ രൂപത്തിൽ ഇതേ തന്ത്രം പയറ്റിയിട്ട് നിനക്ക് മുമ്പ് 70 ആബിദീങ്ങളെ ഞാൻ വഴിതെറ്റിച്ചിട്ടുണ്ട്. ഇതേ തന്ത്രം പയറ്റിയിട്ട്. പക്ഷെ അവരൊക്കെ കാഫറായി പോയിട്ടുണ്ട്. കാരണം എന്താ? അള്ളാഹ് ഹറാമാക്കിയൊരു കാര്യം ഹലാലാണെന്ന് വിശ്വസിച്ച് അവൻ കാഫറാവും. അവനത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഷെയ്ഖുനാക്ക് അങ്ങനെ റമദാനിൽ നോമ്പെടുക്കേണ്ടതില്ല എന്നൊരുത്തം വിശ്വസിച്ചാൽ അവൻ നോമ്പെടുക്കുന്നുണ്ടെങ്കിലും അവൻ കാഫറാവും. ദീനിന്ന് പുറത്തു പോകുന്ന വിഷയമാണ്, ഗൗരവമുള്ള വിഷയമാണ്. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉദാഹരണങ്ങളായിട്ട് ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞതാണ്. നമുക്ക് മൊത്തത്തിൽ പറയുന്ന പ്രാക്ടിക്കൽ അല്ല. അള്ളാഹു സുബ്ഹാനഹു എന്ത് ചെയ്തിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇതുപോലത്തെ മജ്‌ലിസുകൾ ധാരാളം സംഘടിപ്പിക്കാനും അങ്ങനെ സ്വഹാബത്തിൻ്റെ നിലപാടുകൾ ഓരോ വിഷയത്തിലുമുള്ളത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കാനും അങ്ങനെ നമ്മുടെ വിശ്വാസം, സ്വഹാബത്തിൻ്റെ വിശ്വാസം